वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया उत्तमश्लोके भक्तिं भवतु नैष्ठिकी। मूकं करोति वाचालं पङ्गुं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं श्रीचैतन्यमीश्वरं श्रीपरमानन्दमाधवं। ഭഗവത്ഗീത അധ്യായം 7 ശ്ലോകം 29. 7:29. ജരാമരണമോക്ഷായ മാമാശ്രിത്യ യതന്തിരേ ते ब्रह्म तद्विदु कृष्ण मध्यात्मं कर्म चाखिलम्। जरामरणमोक्षाय मामाश्रित्य यदन्ति ये ते ब्रह्म तद्विदु कृष्ण मध्यात्मं च कर्म चाखिलम्। जरामरणमोक्षाय मामाश्रित्य यतन्ति ये ते ब्रह्म तद्विदु कृष्ण मध्यात्मं कर्म चाखिलम्। वाक्यर्थം ജരാമരണമോക്ഷായ ജരമരണങ്ങളിൽ നിന്ന് മോക്ഷം കിട്ടാൻ വേണ്ടി മാം എന്നെ ആശ്രയിച്ചിട്ട് ഏതവർ യതന്തി യത്നിക്കുന്നുവോ അവർ തേ ബ്രഹ്മ ആ ബ്രഹ്മവും കൃതസ്നം സർവവ്യാപ്തമായ ആധ്യാത്മത്തെയും അഖിലമായ തത്കർമ്മ ആ കർമ്മത്തെയും
വിധു അറിയുന്നതിനായി ഭവതി ഭവിക്കുന്നു. വിവർത്തനം ഭാവാർത്ഥം കൃഷ്ണ കൃപാമൂർത്തി AC ഭക്തിവേദാന്ത സ്വാമി ശീലപ്രഭുപാദ് കി ജയ. വിവർത്തനം വാർദ്ധക്യത്തിൽ നിന്നും മൃത്യുവിൽ നിന്നും മോചനം നേടാൻ പ്രയത്നിക്കുന്ന ബുദ്ധിമാന്മാർ ഭക്തിപരിതമായ സേവനത്താൽ എന്നെ ആശ്രയിക്കുന്നു. ആധ്യാത്മിക പ്രവർത്തനങ്ങളെപ്പറ്റി പൂർണ്ണ ജ്ഞാനമുള്ളവർ വാസ്തവത്തിൽ ബ്രഹ്മം തന്നെ. ഭാവാർത്ഥം ജനന മരണങ്ങളോ വാർദ്ധക്യമോ രോഗമോ ഭൗതിക ശരീരത്തെ അല്ലാതെ ആത്മീയ ശരീരത്തെ ബാധിക്കുകയില്ല. ആത്മീയ ശരീരത്തിന് ഇവയൊന്നും ഇല്ലാത്തതിനാൽ അത് സിദ്ധിച്ചവർ ഭഗവത് സഖാക്കളായി തീരുന്നതിനോടൊപ്പം നിത്യഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുകയും ചെയ്യും. അയാളാണ് വാസ്തവത്തിൽ മുക്തൻ. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്. ഈ ശ്ലോകത്തിൽ വിവരിച്ചതുപോലെ തന്നെ താൻ ബ്രഹ്മമാണെന്ന് ഒരാൾ മനസ്സിലാക്കണം. ഭക്തിയുത സേവനത്തിലും ഈ ബ്രഹ്മഭാവന നിലകൊള്ളുന്നു. ശുദ്ധഭക്തന്മാർ അഭൗതികമായ ബ്രഹ്മഭൂത അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നതായിക്കൊണ്ട് അഭൗതികങ്ങളായ പ്രവർത്തനങ്ങളെ പറ്റി അവർക്ക് നന്നായി അറിയാം. ഭഗവാന്റെ ആധ്യാത്മിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അവിശുദ്ധരായ ഭക്തന്മാർ 4 വിധമുണ്ട്. അവരെല്ലാം തങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരും. ഭഗവത് കാരുണ്യത്താൽ കൃഷ്ണാബോധം തെളിഞ്ഞു കിട്ടിയാൽ കൃഷ്ണനുമായി അവർക്ക് ആത്മീയ സമ്പർക്കം അനുഭൂതി ഉണ്ടാവുകയും ചെയ്യും. അവർക്ക് ആത്മീയ ദേവാരാധകരാകട്ടെ പരമോന്നതരായ ഭഗവത് ലോകത്തിലെത്തി അദ്ദേഹത്തിനെ സമീപിക്കാനാവില്ല. ഗോലോക വൃന്ദാവനം എന്നറിയപ്പെടുന്ന കൃഷ്ണന്റെ വിശിഷ്ട നാമത്തിൽ ബുദ്ധി കുറഞ്ഞ ബ്രഹ്മസാക്ഷാത്കാരം ലഭിച്ചവർക്ക് പോലും പ്രവേശനമില്ല. വാസ്തവത്തിൽ കൃഷ്ണാബോധപൂർവം പ്രവർത്തിക്കുന്നവരെ ബ്രഹ്മൻ എന്ന് വിളിക്കാൻ അർഹതപ്പെടുന്നുള്ളൂ. മമ ആശ്രിത്യ, അവരാണ് ശരിക്കും കൃഷ്ണന്റെ ലോകം പ്രാപിക്കാൻ യത്നിക്കുന്നവർ. കൃഷ്ണനെ പറ്റി യാതൊരു വിദ്യാധാരണയും ഇല്ലാത്തവർ ബ്രഹ്മൻ തന്നെ. ഭഗവത് വിഗ്രഹം വച്ച് ആരാധിക്കുന്നവർക്കും ഭൗതിക ബന്ധനങ്ങളിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി മാത്രം ധ്യാനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഭഗവാന്റെ കാരുണ്യത്താൽ അടുത്ത അധ്യായത്തിൽ വിവരിക്കാൻ പോകുന്ന അതിഭൂതാദി ബ്രഹ്മോപാധികളെ പറ്റി അറിവുണ്ടാകും. ഹരേകൃഷ്ണ. ഇത് ഭഗവത്ഗീതയിലെ 7-ാം അധ്യായം ജ്ഞാനവിജ്ഞാന യോഗം എന്ന അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകത്തിന് തൊട്ട് മുമ്പുള്ള ശ്ലോകമാണ്. ഇത് ഏകദേശം ഒരു കൺക്ലൂഡിംഗ് ശ്ലോകം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതില് ഭഗവാൻ പറയുന്നത് ജനമരണങ്ങളിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കുന്നവരെ കുറിച്ചാണ്. ജല എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം, മരണം നമുക്കെല്ലാം അറിയാം. ഇതിൽ നിന്ന് മോക്ഷം നേടാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ കുറിച്ചാണ് ഈ ഒരു ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും വന്നു ചേരാനുള്ള, ഭാവിയിൽ വന്നു ചേരാനുള്ള 2 കാര്യങ്ങളാണ് ജലയും മരണവും. ഇപ്പോൾ നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഇന്നല്ലെങ്കിൽ നാളെ വാർദ്ധക്യം വന്നുപെടും. 50 വയസ്സ് കഴിഞ്ഞാൽ വാർദ്ധക്യം തുടങ്ങുകയാണ്. അതുകൊണ്ടാണ് 50 വയസ്സിന് ശേഷം വാനപ്രസ്ഥത്തിലേക്ക് പോകണമെന്ന് ശാസ്ത്രങ്ങൾ നമ്മളെ ഉപദേശിക്കുന്നത്. അപ്പം നമ്മൾ പലർക്കും 50 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാകും, ചിലർ അതിന് അടുത്ത് നിൽക്കുന്നവരുണ്ടാകും. അപ്പം എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ ഈ വാർദ്ധക്യം അതിലേക്ക് പ്രവേശിക്കേണ്ടവരാണ്. വാർദ്ധക്യം വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും അതിനോടൊപ്പം തന്നെ വന്നു ചേരും. ശരീരത്തിലെ ഒരു അവയവത്തിന് എന്തെങ്കിലും
കേടുപാടുകൾ വരുമ്പോൾ അത് നന്നാക്കാനായിട്ട് നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് ചെന്ന് കഴിയും. ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ മരുന്നുകളും മറ്റുമൊക്കെ കഴിക്കുകയും ഡയറ്റുകളൊക്കെ ഫോളോ ചെയ്യുകയും ചെയ്താലും അതൊന്നും ശരിയായി വരുമ്പോൾ തന്നെ അടുത്തൊരു അവയവത്തിന് ബുദ്ധിമുട്ട് സംഭവിക്കുന്ന നമുക്കറിയാം. നമുക്ക് എല്ലാവർക്കും പലർക്കും ആ ഒരു ഘട്ടത്തിലേക്ക് വന്നതുകൊണ്ട് നമുക്ക് നേരിട്ട് അറിവുള്ള കാര്യങ്ങളാണ്. ഇത് തുടർന്നുകൊണ്ടിരിക്കും. അത് എവിടെയാണ് കൾമിനേറ്റ് ചെയ്യുന്നത്? മരണത്തിലാണ് കൾമിനേറ്റ് ചെയ്യുന്നത്. അത് അവസാനം മരണത്തിലേക്ക് വന്നു. എല്ലാ അവയവങ്ങളും പ്രവർത്തനരഹിതമാകുമ്പോൾ മരണം എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ ഭഗവാൻ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം, എന്തായാലും നമ്മൾ ഈ ഭൗതിക ശരീരം എടുത്തു. ഈ ജന്മത്തിൽ എന്തായാലും നമുക്ക് വാർദ്ധക്യവും മരണവും നമ്മുടെ മുന്നിലുണ്ട്. അതിന് ഒരു സംശയവുമില്ല. അതെന്തായാലും നമുക്ക് ഈ ജന്മത്തിൽ നേരിട്ടേ പറ്റും. പക്ഷെ ഇനി അടുത്ത ശരീരത്തിലും ഇങ്ങനെ ഉണ്ടാവരുത് എന്നുള്ള ഒരു ദൃഢനിശ്ചയമുള്ള വ്യക്തി എന്താണ് ചെയ്യുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു തരുന്നത്. ഇത് ഭഗവത്ഗീത ശ്ലോകങ്ങൾ ഉപരിപ്ലവമായിട്ടുള്ള എന്തെങ്കിലും തത്വങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നതല്ല. നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് അത് വെളിച്ചം തരികയാണ് ഭഗവത്ഗീതത്തിൽ നമുക്ക് നൽകുന്നത്. ഇത് മറ്റാർക്കെങ്കിലും സംഭവിക്കുന്ന കാര്യങ്ങളല്ല. നമ്മുടെ ലൈഫിൽ നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ അത് വ്യക്തമാക്കി പറഞ്ഞു തരികയാണ് ഭഗവത്ഗീത. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇത് വളരെ ശ്രദ്ധയോടുകൂടി ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് അടുത്ത ശരീരത്തിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് നമ്മളോടുള്ള കഴിവ് നിമിത്തം ഭഗവാൻ പറഞ്ഞു തരുന്ന, അർജുനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന വാക്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ അർജുൻ എന്ത് ഉപദേശമാണ് ഭഗവാൻ കൊടുക്കുന്നത്? ഭഗവാൻ പറയുകയാണ്, ജലവും മരണവും ഇതിൽ നിന്ന് മോക്ഷം. മോക്ഷം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മോചനം. ഇവിടെ മുക്തി എന്ന് ഉദ്ദേശിക്കുന്നത് ആ വാക്കിന് ഈ ഒരു കോണ്ടെക്സ്റ്റ് ആണ്. വാർദ്ധക്യത്തിൽ നിന്നും മരണത്തിൽ നിന്നും മോചനം ആഗ്രഹിക്കുന്നവർ അവര് ബുദ്ധിമാന്മാരാണ്. ആ ബുദ്ധിമാന്മാർ മാം ആശ്രയിക്കാം, എന്നെ ആശ്രയിക്കും എന്ന് ഭഗവാനുടെ പറഞ്ഞു. ബുദ്ധിയുള്ളവര്, ഇന്റലിജന്റ് ആയിട്ടുള്ളവര്, അവർക്ക് ജലയും മരണവും അതിൽ നിന്ന് മോചനം കിട്ടാനായിട്ട് ഭഗവാനെ ആശ്രയിക്കും എന്ന് ഭഗവാനിവിടെ പറഞ്ഞു തരികയാണ്. ഭഗവാൻ ഒരു ഇന്റലിജന്റ് ആയിട്ടാണ് പ്രീച്ച് ചെയ്യുന്നത്. അർജുനോട് നേരിട്ട് പറയുകയല്ല, നിനക്ക് ജലയും നിനക്ക് വാർദ്ധക്യവും മരണവും വരാതിരിക്കണമെങ്കിൽ എന്നെ ആശ്രയിക്കൂ എന്ന് പറയുന്നില്ല. ഭഗവാൻ ഒരു എക്സാമ്പിൾ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. ബുദ്ധിയുള്ളവർ അങ്ങനെയാണ് ചെയ്യുന്നത്. അർജുനൻ അത് കേൾക്കുമ്പോൾ ഞാനും ബുദ്ധി ഉണ്ടെങ്കിൽ അത് ചെയ്യുമെന്ന് അർജുനൻ സ്വാഭാവികമായിട്ട് തോന്നാം. ഇതാണ് ഇന്റലിജന്റ് ആയിട്ട് ഭഗവാൻ പ്രീച്ച് ചെയ്യുന്നത്. ഞാനൊരു വ്യക്തിയെടുത്ത് ബുക്കുമായിട്ട് എത്തിയിട്ട് ഞാൻ ഭഗവത്ഗീത ബുക്കുമായിട്ട് വിതരണം ചെയ്യാനായിട്ട് പോകുന്നു. എനിക്ക് രണ്ട് രീതിയിൽ പറയാം. ഒരു സയന്റിസ്റ്റിന്റെ അടുത്ത് ഞാൻ പോവുകയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ബുദ്ധിയില്ല, നിങ്ങളിത് വായിക്കൂ, നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ബുദ്ധി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അയാളെ ഇൻസൾട്ട് ചെയ്യുന്നതായിരിക്കും പറയുന്നത്. ചിലപ്പോൾ ആ വ്യക്തിക്ക് ഇവിടെ പറയും, ഐൻസ്റ്റീൻ ഈ ബുക്ക് വാങ്ങിക്കുന്നുണ്ട്. ഐൻസ്റ്റീൻ ഇത് റെഗുലർലി വായിച്ച ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ആ ശാസ്ത്രജ്ഞന്മാരിലെ ഏറ്റവും ആയിട്ട് ലോകം അറിയപ്പെടുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ റെഗുലർലി വായിച്ചതാണ് ഭഗവത്ഗീത. ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട് ഉണ്ട് അദ്ദേഹത്തിന്. ഡെയിലി അദ്ദേഹം ഈ കോസ്മോഗണൽ നോളജിൽ അദ്ദേഹത്തിന് ഇന്റലക്ട് ബാത്ത് ചെയ്യും എന്ന് പറഞ്ഞ ഒരു കോട്ടാണ്. ഞാൻ ഈ ലോകമെമ്പാടത്തിനെ കുറിച്ചും അറിവ് നൽകുന്ന ഈ ഭഗവത്ഗീതയില് എല്ലാ ദിവസവും രാവിലെ എന്റെ ബുദ്ധി അതിൽ ഞാൻ കുളിപ്പിക്കും എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്.
ഈ ഒരു കാര്യം നമുക്ക് അയാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ പോകും, അയാളുടെ ടെക്സ്റ്റിനും വാങ്ങിച്ച ഗ്രന്ഥമാണോ ഞാനും ഒന്ന് നോക്കാം എന്ന് അദ്ദേഹത്തിന് തോന്നും. അപ്പൊ അതേപോലെയാണ് ഭഗവാൻ നമ്മളെ അർജുനനെ പ്രീതി ചെയ്യുന്നത്. അർജുനനോട് പറയുകയാണ്, ബുദ്ധിയുള്ള വ്യക്തികൾ എന്നെ ആശ്രയിക്കും. ഈ മാം ആശ്രയിക്കുക എന്നുള്ള വാക്ക് വളരെ പ്രാധാന്യമാണ്. ഭഗവാൻ വളരെ വ്യക്തമായിട്ട് നമുക്ക് ആ നിർദ്ദേശമാണ് തരുന്നത്. ഒരു 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 കൊളോക്കിയലും പറയുമല്ലോ, കാണ്ടടച്ച് പറയുക, അല്ലെങ്കിൽ ഒരു ഒരു പോയിന്റ് ഇല്ലാതെ എല്ലാം കൂടെ പറയുന്നത് പോലെ അങ്ങനെ പറയുന്നു. അങ്ങനെയല്ല ഭഗവാനോട് വ്യക്തമായിട്ട് പറയുന്നത്. ഭഗവാൻ വളരെ ക്ലിയർ ആയിട്ട് മാം ആശ്രയിക്കുക എന്നുള്ള വാക്ക് പറയുന്നുണ്ട്. മാം എന്ന് പറഞ്ഞാൽ എന്നെ ആശ്രയിക്കുക എന്ന് ഭഗവാൻ പറയുന്നു. ഭഗവത്ഗീതയിലുടനീളം ഈ ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. മന്മനാഭോ മദ്ഭക്തോ മധ്യാശീമ നമസ്കരും, എന്നെ ആശ്രയിക്കുക, എന്റെ ഭക്തനാകുക. ഫേമസ് ആയിട്ടുള്ള ഭഗവത്ഗീതയുടെ ലാസ്റ്റ് ശ്ലോകം, ഭഗവാന്റെ ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ, സർവകർമ്മ പരിത്യജ മാമേകം ശരണം, എന്നെ തന്നെ ശരണം പ്രാപിക്കുക എന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാല് നമുക്ക് വാർദ്ധക്യത്തിൽ നിന്നും മരണത്തിൽ നിന്നും മോചനം കിട്ടുമെന്ന് ഭഗവാൻ പറയുന്നു. അതെങ്ങനെയാണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്ക് ഭഗവാന്റെ വാക്കുകളിൽ പൂർണ്ണ വിശ്വാസം കൊടുക്കാനായിട്ട് സാധിക്കൂ. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ജനന മരണ വാർദ്ധക്യ രോഗങ്ങളിൽ നിന്ന് മോചനം കിട്ടുന്നത്? ഭഗവാനെ ആശ്രയിച്ചാൽ. നമുക്ക് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു എക്സാമ്പിൾ, നമ്മൾ ഒരു ഏതെങ്കിലും ഒരു ഭൗതികമായ ഒരു കാര്യം നമ്മൾ പഠിച്ചെടുക്കണം എന്ന് വിചാരിക്കാം. ഇപ്പം നമ്മളൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു കാറ് പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു എന്ന് വിചാരിക്കും. അങ്ങനെ ഒരു കാറ് പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ കാറ് നമ്മൾ പഠിപ്പിച്ചു തരുന്ന മാസ്റ്ററിന്റെ അടുത്താണ് നമ്മൾ ചെല്ലുന്നത്. ആ മാസ്റ്ററിനെ സമീപിച്ച് നമ്മൾ എളിമത്തത്തോടുകൂടി നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചെടുക്കും. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സംഘം കൊണ്ട് അദ്ദേഹത്തിന്റെ നോളജ് എനിക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ആ നോളജ് എനിക്ക് വരികയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് ജനനവും മരണവും വാർദ്ധക്യവും വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ആത്മാവായിട്ടുള്ള നമ്മള് ഈ ശരീരമാണെന്ന് ധരിക്കുന്നത് കൊണ്ടാണ് ജന്മമരണ വാർദ്ധക്യങ്ങൾ നമുക്ക് വന്നു ചേരുന്നത്. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു നല്ലൊരു പൊളിറ്റീഷ്യൻ ഉണ്ടെന്ന് വിചാരിക്കുക. അയാൾക്ക് ഈ സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അയാൾക്കൊരു കുടുംബമുണ്ട്. അയാൾ പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നു. അയാൾക്ക് ഒരു സ്ഥാനമാനങ്ങൾ കിട്ടി. അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയൊക്കെ ആയി. അയാൾക്ക് ജനങ്ങൾക്ക് നല്ലത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അയാളുടെ കുടുംബം പണത്തിനോട് ഒരുപാട് ആർത്തിയുള്ള വ്യക്തിയാണെന്ന് വിചാരിക്കും. ഇവരുടെ സംഘങ്ങളുണ്ട്. ഇവർ നിരന്തരമായിട്ട് അയാളോട് തെറ്റായ രീതിയിൽ പോകാനും പണം സമ്പാദിക്കാനും പറയുകയാണെങ്കിൽ ആ മുഖ്യമന്ത്രിയായ വ്യക്തി ഉള്ളിൽ ആത്മാർത്ഥതയുണ്ടെങ്കിലും അയാൾ ക്രമേണ ആ കുടുംബത്തിന്റെ ഇംഗിതമനുസരിച്ച് അഴിമതിയിലും അക്രമങ്ങളിലും ഇടപെടുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ആ വ്യക്തിക്ക് അങ്ങനെ വന്നു ചേരുന്നത്? കാരണം ആ കുടുംബത്തെ എന്റെ കുടുംബം ഞാനായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതുകൊണ്ടാണ് അയാൾക്ക് അങ്ങനെ സംഭവിക്കുന്നത്. അയാളുടെ വ്യക്തിപരമായിട്ട് അയാളൊരു നല്ല വ്യക്തിയാണ്. പക്ഷെ കുടുംബത്തിനോട്, ആ കുടുംബത്തിന്റെ ഇംഗിതങ്ങളോടും അവരുടെ ആഗ്രഹങ്ങളോടും അയാള് ഒരു ഒത്തൊരുമയിലേക്ക് ചെല്ലുമ്പോൾ ആ കുടുംബത്തിന്റെ തെറ്റായ ആഗ്രഹങ്ങൾ അയാളിൽ സന്നിവേശിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മളെല്ലാവരും ആത്മാവാണ്. നമ്മൾ ആത്മാവായിട്ടുള്ള നമ്മള് ഈ ഭൗതിക മൂലകങ്ങൾ അടങ്ങിയ ഈ ശരീരവുമായിട്ട് ചിന്തിക്കുമ്പോഴാണ് ഈ ശരീരത്തിന് വരുന്ന മാറ്റങ്ങൾ നമ്മുടെ മാറ്റങ്ങളായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. ഈ ശരീരത്തിനാണ് യഥാർത്ഥത്തിൽ വാർദ്ധക്യവും മരണവും സംഭവിക്കുന്നത്. നമുക്കല്ല, നമ്മൾ ആത്മാവാണ്.
ശരീരത്തിൽ ആത്മാവിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. പക്ഷെ ഈ ശരീരത്തിലാണ് വാർദ്ധക്യം വരികയും മരണം സംഭവിക്കുകയും ചെയ്യുന്നത്. അപ്പം നമ്മൾ അത് ആദ്യം ചിന്തിക്കുമ്പോൾ അങ്ങനെ ഞാൻ ശരീരമാണ് ചിന്തിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ശരീരത്തിന് വരുന്ന മാറ്റങ്ങളും അതിനുണ്ടാവുന്ന മാനസികമായിട്ടുള്ള ഇമോഷണൽ കാര്യങ്ങളെല്ലാം നമ്മളെ അഫക്റ്റ് ചെയ്യും. എനിക്ക് വയസ്സായി എന്നേ നമ്മൾ പറയുള്ളൂ. എന്റെ ശരീരത്തിന് വയസ്സായി നമ്മൾ ചിന്തിക്കില്ല. എനിക്ക് മരണം സംഭവിക്കുന്നു ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ ശരീരത്തിനാണ് ചിന്തിക്കുന്നത്. ഇപ്പം ഡ്രൈവിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നല്ലൊരു ഡ്രൈവറുടെ അടുത്ത് ചെല്ലുമ്പോൾ അയാൾക്ക് ആ ഡ്രൈവറിന്റെ ക്വാളിറ്റി അയാളിലേക്ക് വന്നു ചേരുന്നത് പോലെ പൂർണ്ണമായിട്ട് ആത്മാവാണ് എന്ന പൂർണ്ണ ബോധ്യമുള്ള ഈശ്വരന്റെ സാമീപ്യം എടുക്കുന്ന ഒരു വ്യക്തിക്ക് താൻ ആത്മാവാണ് എന്നുള്ള ബോധത്തിലേക്ക് വന്നു ചേരാനായിട്ട് സാധിക്കും. അതാണ് ഭഗവത്ഗീതയില് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ ആത്മാവാണ്, പക്ഷെ നമ്മൾ ശരീരമാണ് ധരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ വാർദ്ധക്യങ്ങളും രോഗങ്ങളും അസുഖങ്ങളും ഒക്കെ എനിക്ക് സംഭവിക്കുന്നതായിട്ട് നമ്മൾ അനുഭവപ്പെടുന്നു. പക്ഷെ പൂർണ്ണ ആത്മാവായിട്ടുള്ള ഭഗവാന് ഭൗതികമായിട്ടുള്ള യാതൊരു കാര്യവും, ഭൗതിക ശരീരവും ഭൗതിക ബോധ്യവും ഒന്നുമില്ല. ഭഗവാൻ പരിശുദ്ധനായിട്ടുള്ള വ്യക്തിയാണ്, പരിശുദ്ധ ആത്മാവാണ്. നമ്മളും ആത്മാവാണ്. പക്ഷെ നമ്മൾ ഈ ശരീരമാണെന്ന ധാരണയിൽ ഒരു പൊളിറ്റീഷ്യന് ഒരു കുടുംബമാണ്, ഞാൻ ഈ കുടുംബമാണെന്ന് ചിന്തിക്കുന്നത് പോലെ ആത്മാവായ ഞാൻ ഈ എങ്ങനെ എന്റെ ശരീരത്തിനോട് താരതമ്യം പ്രാപിക്കുന്നു അതേപോലെ ഒരു പൊളിറ്റീഷ്യൻ അതേപോലെ തന്റെ കുടുംബമാണ്, കുടുംബത്തിന്റെ ആഗ്രഹമാണ് ഞാൻ നിറവേറ്റേണ്ടത്, എനിക്ക് ജനങ്ങളെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് കുടുംബത്തിന് വേണ്ടി അഴിമതി ചെയ്യാം എന്ന് പറയുന്നത് പോലെ ഞാൻ ഈ ശരീരമാണെന്ന് തെറ്റിദ്ധരിച്ച് ശരീരത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ രോഗം. ഇതാണ് ഈ ജന്മമരണ ചക്രത്തിൽ നമ്മൾ വീണ്ടും 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 വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള എനിക്ക് അതിന്റെ അസുഖത്തിനുള്ള നിർവൃത്തി, അതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും പരിശുദ്ധനായിട്ടുള്ള ഭഗവാനെ ആശ്രയിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ പറയുന്ന ഒരു വാക്യമല്ല. യഥാർത്ഥത്തിൽ ഭഗവാൻ തന്നെ അത് നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ഭഗവാനാണ് ഇവിടെ പറഞ്ഞു തരുന്നത്, ബുദ്ധിയുള്ള വ്യക്തികൾ എന്നെ ആശ്രയിക്കും എന്ന് ഭഗവാൻ പറയുന്നു. ഏറ്റവും പരിശുദ്ധൻ, ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള, ഏറ്റവും ഉയർന്ന സ്രോതസ്സായിട്ടുള്ള ഈശ്വരന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ആ ഒരു ഞാൻ ആരാണ്, ഞാൻ ആത്മാവാണ് എന്നുള്ള ഇതിൽ വരും. ആത്മാവ് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരത്തിനുണ്ടാകുന്ന സംഭവങ്ങൾ നമുക്കുണ്ടാകും. ശരീരത്തിന് വരുന്ന ഒരു ആത്മസാക്ഷാത്കാരം കിട്ടിയ വ്യക്തിക്കും അറിയാം താൻ ഈ ശരീരത്തിലാണ് നിൽക്കുന്നത്, ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നറിയാം. പക്ഷെ അദ്ദേഹത്തിന്റെ ബോധം, ഞാൻ ഈ ശരീരം, എനിക്ക് വാർദ്ധക്യം വന്നു, എനിക്കിത് വന്നു, എനിക്ക് ഈ ബുദ്ധിമുട്ടുകൾ വന്നു, ഇങ്ങനെ വിഷമത്തിലേക്ക് പോകുന്നതിന് പകരം ഞാൻ ഈ ശരീരത്തിൽ നിൽക്കുകയാണ്, ശരീരത്തിന് ഒരുപാട് മാറ്റങ്ങളുണ്ട്, പക്ഷെ എന്റെ ബോധ്യം ഈശ്വരനുമായിട്ടാണ്, ഈശ്വരനുമായിട്ടുള്ള ബന്ധത്തിലാണ് എന്ന് ആ വ്യക്തിക്ക് നല്ലപോലെ അറിയാനായിട്ട് സാധിക്കും. അത് നമുക്ക് നവാനുഗ്രഹാണി നലോകരാണി എന്ന് പറഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. പഴകിയ ഉടുപ്പുകൾ മാറ്റി പുതിയ ഇടുന്നത് പോലെ ഉള്ളൂ ഒരു ആത്മസാക്ഷാത്കാരം കിട്ടിയ ഒരു വ്യക്തിക്ക് ശരീരത്തിന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അത് അദ്ദേഹത്തിന് ഇമോഷണലി അഫക്ട് ചെയ്യത്തില്ല. അഫക്ട് ചെയ്യും. ഇപ്പൊ നമുക്ക് കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാവും. അത് ഇമോഷണലി അല്ല. ഇമോഷണലിയും അല്ലാതെ അഫക്ട് ചെയ്യുന്ന എങ്ങനെയാണ്? ഇപ്പൊ എന്റെ കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ശരീരത്തിന് മുറിവ് പറ്റിയെന്ന് ഒരു വ്യക്തിക്ക് വിചാരിക്കാം, എനിക്ക് മുറിവ് പറ്റിയെന്നും ഒരു വ്യക്തിക്ക് വിചാരിക്കാം. അതാണ് ഇമോഷൻ ഉള്ള വ്യത്യാസം. അവിടെ എനിക്ക് പറ്റുമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ സംഭവിച്ചു എന്ന്, ഞാൻ എന്റെ അസ്തിത്വത്തിന് എന്തോ ബുദ്ധിമുട്ടായി എന്ന് ഞാൻ വിചാരിക്കും. പക്ഷെ ഇത് എന്റെ ശരീരത്തിനാണ്, ഈ ശരീരം നശ്വരമാണ്, ആ നശ്വരമായ ശരീരത്തിനാണ് വിചാരിക്കുന്നത്. രണ്ടുപേർക്കും ഒരേപോലെ വേദന ഉണ്ടാവും, പക്ഷെ അവരുടെ ബോധം വ്യത്യാസമാണ്. ആ ബോധത്തില് വളരെ വ്യത്യാസമുണ്ട്. ഇത് ഞാനൊരു ലെക്ചറിൽ കേട്ട ഒരു കാര്യമാണ്. അതെങ്ങനെ ഈ സ്പിരിച്വൽ ലൈഫിൽ അഡ്വാൻസ് ചെയ്യുമ്പം ഒരു വ്യക്തിക്ക് വരുന്ന മാനസികമായ ചേഞ്ച് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഒരു ലെക്ചറിൽ ഒരു സ്പിരിച്വൽ മാസ്റ്റർ ഒരു കഥ പറയുന്നുണ്ടായിരുന്നു. നല്ല മനസ്സിലാകുന്ന ഒരു കഥയാണ്. സിമ്പിൾ കഥയാണ്. ഒരു അതിർത്തിയില് കുറെ പട്ടാളക്കാരെ പോസ്റ്റ് ചെയ്തിരുന്നു. ആ ഒരു സന്ദർഭത്തിന് ഒരു യുദ്ധം നടക്കുകയാണ്.
യുദ്ധം നടക്കുമ്പോൾ യുദ്ധം ഇനി എന്ന് തീരുമെന്ന് അറിയില്ല, അതിങ്ങനെ തുടർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവരെല്ലാം മുൻനിരയിൽ നിൽക്കുകയാണ്, അവരെല്ലാം വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും മരണം സംഭവിക്കും. അപ്പൊ ഭയത്തിലാണ് അവർ നിൽക്കുന്നത്. ഇങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു ഈ യുദ്ധനിലയിൽ. ഇപ്പൊ റഷ്യ യുക്രൈൻ വാറൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമാണ്, അത് നിർത്തുന്നില്ല. കാരണം നിർത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ തോറ്റു വരും, ആ ഒരു മാനസികം എല്ലാവർക്കും വരും. റഷ്യ തോറ്റു അല്ലെങ്കിൽ യുക്രൈൻ തോറ്റു, അത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അത് ഇങ്ങനെ പണമൊന്നും ഇല്ലെങ്കിലും ഉള്ള പൈസ എല്ലാം എടുത്ത് അവർ യുദ്ധോപകരണത്തിന് വേണ്ടി ഉപയോഗിച്ച് അവർ തീർത്തോണ്ടിരിക്കുകയാണ്, ആ മാനസികം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി. അതിലൂടെ ഈ കഥയിൽ ഞാൻ ഈ പട്ടാളക്കാർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു പട്ടാളക്കാരൻ അന്നേ ദിവസം വളരെ സന്തോഷവാനായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. മറ്റൊരു പട്ടാളക്കാരൻ എല്ലാ ദിവസവുമുള്ള പ്രവൃത്തിയും കൊണ്ട് വിഷമിച്ചാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ടുപേരും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ രണ്ടുപേർക്കും വരുന്ന ഈ മുഖഭാവത്തിലുള്ള മാറ്റം മനസ്സിലാക്കി മറ്റൊരു സുഹൃത്ത് ചോദിച്ചു, അങ്ങനെന്താ എപ്പോഴും സന്തോഷത്തോടെ യുദ്ധം ചെയ്യുന്നത്? മറ്റൊരാൾ ചോദിച്ചു, അങ്ങനെന്താ വിഷമിച്ച് യുദ്ധം ചെയ്യുന്നത്? അപ്പം സന്തോഷത്തോടെ യുദ്ധം ചെയ്യുന്ന വ്യക്തി പറഞ്ഞു, എനിക്ക് ലീവ് അനുവദിച്ച് കിട്ടിയിരിക്കാൻ, ഇന്നും കൂടെ എനിക്ക് യുദ്ധം ചെയ്താൽ മതി, നാളെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുകയാണ്. മറ്റൊരാൾക്ക് അറിയില്ല എനിക്ക് ലീവിന് എന്തെങ്കിലും കിട്ടുമോ, അതോ എന്റെ മരണം ഇവിടെയാണോ, എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് അദ്ദേഹം വിഷമിച്ചിരിക്കുകയാണ്. സന്തോഷത്തോടെ ആൾക്ക് അറിയാം, ഈ യുദ്ധം, ഈ പരിശ്രമം ശാശ്വതമല്ല, നശ്വരമാണ്. ഇതിപ്പോ ഇന്നല്ലെങ്കിൽ നാളെ തീരും, എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് പറ്റും. മറ്റൊരാൾക്ക് അറിയില്ല ഈ പരിശ്രമം എന്നാണ് തീരുന്നത്. ഇതാണ് ആത്മീയ തലത്തിൽ ഉയരുന്ന വ്യക്തിക്ക് വരുന്ന മാറ്റം. രണ്ടുപേരും യുദ്ധത്തിലാണ്. ഒരു ആത്മീയ ജീവിതം പാലിക്കുന്ന വ്യക്തിയും ഭൗതികവാദിയും രണ്ടുപേരും യുദ്ധത്തിലാണ്. രണ്ടുപേരും ജീവിതത്തിന്റെ സംഘർഷങ്ങളെ എടുക്കുന്നുണ്ട്. രണ്ടുപേർക്കും പുറത്തിറങ്ങിയാൽ ചൂടാണ്, നല്ല വെയിലാണ്, ചൂടാണ്. രണ്ടുപേർക്കും ജോലി ചെയ്താലേ ഭക്ഷണം കിട്ടുകയുള്ളൂ. രണ്ടുപേർക്കും കിട്ടുന്ന വെള്ളം ഒരേ സ്ഥലത്തു നിന്നാണ്, വായു ഒരേ സ്ഥലത്തു നിന്നാണ്, മലിനീകരണം എല്ലാം ഒരേപോലെയാണ്. പക്ഷേ ഒരു വ്യക്തിക്ക് ഇതെല്ലാം അനുഭവിക്കുമ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും. കാരണം ഇതെല്ലാം എന്റെ ശരീരത്തിനെ ബാധിക്കുന്ന കാര്യമാണ്, എന്റെ ആത്മാവ് തിരിച്ച് ഈശ്വരന്റെ അടുത്തേക്ക് പോവുകയാണ് എന്ന് അദ്ദേഹത്തിന് അറിയാൻ പറ്റും. മറ്റേയാള് ഈ ശരീരത്തിന് വരുന്ന മാറ്റങ്ങൾ, ശരീരത്തിന് ബാഹ്യമായി കാര്യങ്ങൾ ഉണ്ടാക്കുന്ന മാറ്റങ്ങളുടെ പ്രശ്നത്തിൽപ്പെട്ട് ഉഴന്ന് അതായിട്ട് താരതമ്യപ്പെടുത്തി അയാൾ അങ്ങനെ ജീവിക്കുകയാണ്. ഇന്ന് ഞാൻ ചൂടിനെ അതിജീവിച്ചു കഴിഞ്ഞാൽ നാളെ ഞാൻ എങ്ങനെ തണുപ്പിനെ അതിജീവിക്കും, ഇതാണ് അയാളുടെ പ്രശ്നം. മറ്റേയാൾ മനസ്സിലാക്കുന്നുണ്ട് ഇത് ഈ ശരീരത്തിന് വരുന്ന മാറ്റമാണ്, ഇത് താൽക്കാലികമാണ്, നാളെ ഇത് ഉപേക്ഷിച്ച് ഞാൻ പോവുകയാണ് എന്നുള്ളത്. ഇതാണ് ഇമോഷണൽ കണക്ഷൻ. ഒരു ഭക്തൻ ഒന്നിനോടും ഈ ഭൗതികമായ ഒരു കാര്യത്തിനോടും ഇമോഷണലി കണക്റ്റഡ് അല്ല. അവരറിയാം നമുക്ക് ഈശ്വരനുമായിട്ടാണ് ബന്ധം, ഈശ്വരന്റെ അംശമാണ് താൻ എന്നുള്ള കാര്യം അറിയാം. മറ്റുള്ളവർ ഈ ലോകത്തിൽ നമുക്ക് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളുമായിട്ടും ഇമോഷണലി കണക്റ്റഡ് ആയതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യുമ്പോൾ അയാളെ ഇമോഷണലി അതെല്ലാ കാര്യങ്ങളും അഫക്ട് ചെയ്യുന്നുണ്ട്. ഭഗവാൻ നമുക്ക് ഇവിടെ പറഞ്ഞിരുന്ന കാര്യം, മാം ആശ്രയിക്കുക, എന്നെ ആശ്രയിക്കുക എന്ന് ഭഗവാൻ പറയുമ്പം ആ പരിശുദ്ധമായ ഭഗവാനെ ആശ്രയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സംഘം കൊണ്ട് നമുക്കും ആ ആത്മീയ ബോധത്തിലേക്ക് വരാനായിട്ട് സാധിക്കും. ഞാൻ ഈ ശരീരമല്ല എന്നുള്ള ബോധത്തിലേക്ക് വരാനായിട്ട് പറ്റും. ഞങ്ങളുടെ ഭക്തിയുടെ കാര്യമല്ല പറഞ്ഞത്, ഭഗവാന്റെ അസോസിയേഷന്റെ കാര്യമാണ് പറഞ്ഞത്. ആ അസോസിയേഷൻ ഏറ്റവും സ്ട്രോങ് ആക്കുന്ന പ്രവൃത്തിയാണ് ഭക്തി. ഇതാണ് ഭക്തിയുടെ പ്രാധാന്യം. ഒരു യോഗിക്ക് ഭഗവാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം, ഭഗവാനെ കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്താൽ മതി. കർമ്മയോഗിക്ക് അയാൾക്ക് ഇഷ്ടമായ കാര്യങ്ങൾ ചെയ്തിട്ട് ആ ഫലങ്ങൾ ഭഗവാൻ കൊണ്ടുപോയി കൊടുക്കാം. ധ്യാനയോഗിക്ക് ധ്യാനിക്കാം. അഷ്ടാംഗയോഗിക്ക് തന്റെ മനസ്സിലുള്ള ഈശ്വരന്റെ അടുത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇതൊക്കെ പല രീതിയിൽ ഭഗവാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന വഴികളാണ്. പക്ഷെ സ്നേഹം കൊണ്ട് ഭഗവാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ളത്. അതാണ് ഭഗവാനെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നതിനുള്ള വഴി. അപ്പം നമ്മൾ ഭഗവാനെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്നതാണ്
ഭഗവാനെ ആശ്രയിക്കുക അല്ലെങ്കിൽ ഭഗവാന്റെ സംഘം എടുക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി, ഭഗവാന്റെ സംഘം എടുത്ത ഒരു വ്യക്തിക്ക് മാത്രമേ ഭഗവാൻ പൂർണ്ണമായിട്ട് ആത്മാവായതുകൊണ്ട് ഞാൻ ആത്മാവാണ് എന്നുള്ള ബോധത്തിലേക്ക് വരാൻ പറ്റൂ. ആത്മാവാണ് എന്നുള്ള ബോധത്തിൽ വന്നൊരു വ്യക്തിക്ക് മാത്രമേ ഈ ശരീരത്തിനും ഈ ബാഹ്യമായി ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം നശ്വരമാണ്, ഇത് എന്റെ ശാശ്വത ജീവിതമല്ല എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഞാൻ ഈ ശരീരമല്ല ചിന്തിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ജനന മരണങ്ങളാകുന്ന ചേഞ്ചസിനെ അതിജീവിക്കാനായിട്ട് അതിനെ ടോളറേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുള്ളൂ. നമ്മളും നമുക്ക് എത്ര പ്രായമായിട്ടുണ്ടാവും, നമുക്കിപ്പം ജനം വന്നിട്ടുണ്ടാവും, മരണത്തോട് അടുത്ത് നിൽക്കുന്നുണ്ടാവും, പക്ഷെ ഏത് നിമിഷമാണെങ്കിൽ പോലും നമുക്ക് ഭഗവാനെ പൂർണ്ണമായിട്ട് ആശ്രയിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം എന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്, എനിക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുവഴി ഒരു വ്യക്തിക്ക് ആത്മീയ തലത്തിൽ നിർത്താനായിട്ട് സാധിക്കും. അതാണ് ഭഗവാൻ ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഭഗവാൻ പറയുന്നത്, അതിനകത്ത് ശീല പ്രഭുപാദ ഊന്നി പറയുന്ന ഒരു കാര്യം മാമാശ്രിത്യ എന്നുള്ള കാര്യം പറഞ്ഞു തരുന്നുണ്ട്. മാമാശ്രിത്യ, എന്നെ മാത്രം ശരണം പ്രാപിക്കുക എന്നുള്ള വേർഡാണ്. ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയെ ശരണം പ്രാപിക്കുക എന്നതാണ് ഭഗവാനെ നമുക്ക് പറഞ്ഞു തരുന്നത്. പല വ്യക്തികളുണ്ട്, ദേവി ദേവന്മാരും മറ്റു പലരും ഉണ്ടാവും. പക്ഷെ ഭഗവാനുള്ള പൊട്ടൻസി, ഭഗവാനാണ് എല്ലാത്തിന്റെയും സ്രോതസ് എന്നുള്ളത് കൊണ്ട് ആ ഭഗവാനോളമുള്ള പൊട്ടൻസി മറ്റാർക്കുമില്ല. മറ്റാർക്കും ആ പൊട്ടൻസി, ആ ഭഗവാന്റെ പൊട്ടൻസിയുടെ ഓരോ ചെറിയ ചെറിയ അംശങ്ങളാണ് മറ്റെല്ലാവരും ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ടാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഏകനേ ഈശ്വര കൃഷ്ണ അരസഭൃത്യ, ഒരേ ഒരു ഈശ്വരനെ ഉള്ളൂ കൃഷ്ണൻ, മറ്റെല്ലാവരും അദ്ദേഹത്തിന്റെ ഭൃത്യന്മാരാണ്. അപ്പൊ നമുക്ക് കുറച്ച് സമയവും നമുക്ക് കുറച്ച് ഊർജമേ ഉള്ളൂ. ആ ഊർജവും സമയവും ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഭഗവാനെ തന്നെ പൂർണ്ണമായിട്ട് ആശ്രയിക്കും. പലപ്പോഴും ഇസ്കോൺ ഭക്തന്മാരെ കുറിച്ച് പറയുന്നുണ്ട്, അവര് കൃഷ്ണന്റെ ക്ഷേത്രത്തിലേക്ക് പോവുകയുള്ളൂ, കൃഷ്ണനെ മാത്രമേ അവർ ആരാധിക്കുകയുള്ളൂ, രാധാകൃഷ്ണന്മാരെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതൊരു വിഭാഗീയ ചിന്തയാണ്, അല്ലെങ്കിൽ സെക്റ്റ് ആണ് എന്നൊക്കെ ചിന്തിക്കുന്നത്. അതല്ല, ഇന്റലിജന്റ് ആണ്, ഇന്റലിജൻസ് ആണ് ഇവിടെ. കാരണം ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് മാമാശ്രിത്യ. മറ്റൊരു സ്ഥലത്ത്, ഏറ്റവും ഊന്നി പറയേണ്ട സ്ഥലത്ത് ഭഗവാൻ പറയുന്നത് മാമേകം, എന്നെ മാത്രം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ ഭഗവാൻ നമുക്ക് കുറച്ച് സമയം കുറച്ച് ഊർജ്ജമേ ഉള്ളൂ. നമുക്ക് അൺലിമിറ്റഡ് സമയം അൺലിമിറ്റഡ് ഊർജ്ജം ഉണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തരെയൊക്കെ ആരാധിച്ച് പതുക്കെ പതുക്കെ പോകാം. പക്ഷെ ഭഗവാന് അടുത്ത് ഫുൾ ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും അധികം പ്രയോജനം കിട്ടുമെങ്കിൽ എന്തിനാണ് ഞാൻ മറ്റ് എല്ലാവരെയും ബോധിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്റെ സമയവും ഊർജവും മാറ്റിവെക്കുന്നത് എന്ന് നമുക്ക് തോന്നും. പക്ഷെ അവിടെ ഒരു ഭക്തൻ ഭഗവാനെ സ്നേഹിക്കുമ്പോൾ എല്ലാ ഏകലേ ഈശ്വര കൃഷ്ണ അരസഭൃത്യ, മറ്റെല്ലാവരും ഭൃത്യന്മാരാണ്. നമുക്ക് എല്ലാവർക്കും ഈ ഗ്രൂപ്പിൽ എല്ലാവർക്കും ഒരു നേതാവ് ഉണ്ടെങ്കിൽ ഞാൻ ആ നേതാവിനെ സ്നേഹിക്കുകയാണെങ്കിൽ ആ നേതാവാണ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നത്, എല്ലാവരും ഹാപ്പിയാവും. ആ നേതാവിനെ സ്നേഹിക്കുന്നത് വഴി എനിക്ക് എല്ലാവർക്കും, ഇപ്പൊ ഞാനിപ്പോ എന്റെ പണം ഗിരിരാജ് പ്രഭുവിന് കൊടുത്തു കഴിഞ്ഞാൽ ഗിരിരാജ് പ്രഭു എന്താ ചെയ്യുന്നത്, ഇവിടെ വരുന്ന എല്ലാവർക്കും, ഈ സത്സംഗത്തിൽ വരുന്ന എല്ലാവർക്കും അതേ പ്രസാദമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പം എന്റെ സ്നേഹം ആ ഈശ്വരന് കൊടുത്താൽ, ആ ഏക ഈശ്വരന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ദേവീദേവന്മാരും എല്ലാ ജീവജാലങ്ങളും തൃപ്തരാകും. ഈ ഒരു കാര്യം നമ്മൾ കൺവിക്ഷൻ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഡൗട്ടാണ്, അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൊടുക്കത്തില്ലേ, അവിടെ 50% കൊടുക്കാം, അല്ലെങ്കിൽ അവിടെ 75% കൊടുക്കാം, ഇവിടെ 25% കൊടുക്കാം. ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ സ്നേഹം പൂർണ്ണമായിട്ട് ഏത് സ്രോതസ്സിനാണോ കൊടുക്കേണ്ടത്, ഏത് സ്രോതസ്സിന് പൂർണ്ണമായിട്ട് നമ്മുടെ സ്നേഹം കൊടുത്താൽ ആ സ്നേഹം എല്ലായിടത്തും ഈക്വലി വ്യാപിച്ചെത്തുകയോ ആ വിധത്തേക്കാണ് നമ്മൾ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആ സ്നേഹം കൊടുക്കാനായിട്ട്. ഇത് ഒരു ആധ്യാത്മിക പ്രഭാഷണത്തിൽ പറയുന്ന വികാരപരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇത് ഭഗവത്ഗീതയിൽ നമുക്ക് പറഞ്ഞു തരുന്ന ബുദ്ധിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്റലിജന്റ് ആയിട്ട് നമ്മൾ പ്രവർത്തിക്കാമെന്നാണ്. നമുക്ക് ഇനി ഈ ശരീരത്തിൽ എത്ര നാൾ ഉണ്ടാകുമെന്ന് അറിയത്തില്ല, നമ്മൾ എത്ര നാൾ ഇവിടെ ഈ ശരീരത്തിൽ ഉണ്ടാകുമെന്ന് അറിയില്ല. പക്ഷെ ആ ശരീരത്തിൽ നമുക്ക് കിട്ടുന്ന ഈ സമയവും ഊർജവും ഇത് ഭഗവാനിലേക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്, ഈ ശ്ലോകത്തിൽ പറഞ്ഞു തരുന്നത്.
ജരാമരണ മോക്ഷായ മാമാശ്രിത്യ നിബന്ധിതേ. വാർദ്ധക്യവും മരണവും മോക്ഷം ആഗ്രഹിക്കുന്ന വ്യക്തികൾ എന്നെ ആശ്രയിക്കുമെന്ന് ഭഗവാനോടെ പറഞ്ഞു തരുന്നു. അതാണ് നമ്മൾ ഈ ഒരു സത്സംഗത്തിൽ, ഈ ഒരു ഭഗവത്ഗീത ക്ലാസ്സിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ടുള്ളത്. നമ്മൾ ഇന്റലിജന്റ് ആയിട്ടുള്ളവരും മറ്റ് ഡൗട്ട്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്താൽ ശരിയാകുമോ, അങ്ങനെ ചെയ്താൽ ശരിയാകുമോ എന്നൊക്കെ ചിന്തിക്കാതെ നമ്മുടെ സ്നേഹവും നമ്മുടെ ഊർജവും നമ്മുടെ താല്പര്യങ്ങളും ഒക്കെ ഭഗവാനിൽ ആശ്രയിക്കും. ഭഗവാന്റെ സത്സംഗം കൊണ്ട്, ഭഗവാന്റെ സാമീപ്യം കൊണ്ട് നമ്മളും ഒരു ആത്മീയ വ്യക്തിത്വമാണ്, ഭഗവാന്റെ അംശമാണെന്ന് മനസ്സിലാവുകയും ഭഗവാൻ ഇരിക്കുന്ന ഏത് തലത്തിലേക്കാണ്, ഭഗവാൻ ഇരിക്കുന്ന ആത്മീയ തലത്തിലേക്ക് നമുക്കും ഭഗവാന്റെ സേവകനായിട്ട് ഉയരാനും ഭഗവാനോടൊപ്പം ഇരുന്നും കഴിയാനും സാധിക്കും. അങ്ങനെ കഴിയുമ്പോൾ നമുക്ക് ഈ ശരീരം, ഭൗതിക ശരീരം ഉണ്ടാവില്ല, നമുക്ക് പൂർണ്ണമായും ആത്മീയ ശരീരമായിരിക്കും ഉണ്ടാവുക. അവിടെ നമുക്ക് ജലയും മരണത്തിൽ നമ്മൾ തോൽക്കും, നമ്മൾ ജയിക്കുമത്. അതാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന സന്ദേശം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്ന് ചോദിക്കും. നമ്മള് ഒരു വ്യക്തിയുടെ ഇതിപ്പോ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഭക്തി പരിശീലിക്കുന്ന വ്യക്തികളായതുകൊണ്ടാണ് ഇവിടെ ഈ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞത്. പക്ഷെ ആ ഒരു തലത്തിൽ അതിന് മനസ്സിലാക്കാത്ത വ്യക്തികളോട് നമ്മൾ ആ രീതിയിൽ പറയാനും പാടില്ല. നമ്മൾ ഇവിടെ ഇത് ഊന്നി പറയേണ്ട കാര്യം പലപ്പോഴും അങ്ങനെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഒരു ഉറപ്പിച്ച് ഇത് പറഞ്ഞത്. ഭഗവാൻ തന്നെ പറയുകയാണ് മാം ആശ്രിത്യ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് ചിലപ്പോൾ ഇത് ചില ആൾക്കാർക്ക് വേദന ഉണ്ടാക്കുന്ന അറിയാം. ഉറപ്പായിട്ട് ഭഗവാനെ പൂർണ്ണമായിട്ട് ആശ്രയിക്കാത്ത ഇരിക്കുന്ന വ്യക്തികൾ, അതൊരു സ്വാഭാവികമായിട്ടൊരു ക്ലാസ്സിൽ എല്ലാവരും ഭഗവാനെ തന്നെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്ന വ്യക്തികളായിരിക്കണം എന്നില്ല. അല്ലാത്ത വ്യക്തികൾ ഇതിനകത്ത് വരുന്നുണ്ടാവും. അവർക്കും ഇത് ചിലപ്പോൾ വേദന ഉണ്ടാക്കും എന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഈ ക്ലാസ്സിൽ അത് ശരിയായ രീതിയിൽ അത് പറയണം, അത് മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ ക്ലാസ്സിൽ ഇത് പറഞ്ഞത്. പക്ഷെ നമ്മൾ വ്യക്തിപരമായിട്ട് ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയോട് അവരുടെ മനോനില അനുസരിച്ച് അവർക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഭഗവാൻ ഒരിക്കലും പറയുന്നില്ല ഭക്തന്മാരെ റെസ്പെക്ട് ചെയ്യരുത് എന്ന് പറയുന്നില്ല. റെസ്പെക്ട് ചെയ്യരുത്, എല്ലാ ദേവി നമ്മൾ ഒരു ഉറുദുവിൽ പോലും റെസ്പെക്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ സ്ഥിതിഗതികളെ നിയന്ത്രിക്കുന്ന ദേവീദേവന്മാരെ തീർച്ചയായിട്ടും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. എനിക്കറിയാം, ഞാൻ കഴിഞ്ഞ വട്ടം സ്പിരിച്വൽ മാസ്റ്ററും ഗുരുമാതാജിയും കൂടെ വരുന്ന സമയത്ത് ഞാൻ കാറ് അവർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് ഗുരുമാജി ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. ഞാൻ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ശിവക്ഷേത്രവും എല്ലാ ദേവീക്ഷേത്രം കാണുമ്പോഴും ഗുരുമാജി ഇങ്ങനെ ശിവ ദേവി എന്ന് പറഞ്ഞ് നമസ്കരിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഫോക്കസ് അവരുടെ ഇതെന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ ആരാധനയാണ്. പക്ഷെ അവർ ആ റെസ്പെക്ട് എല്ലാത്തിലും പോകുന്ന വഴിയിലുള്ള എല്ലാ ശിവക്ഷേത്രങ്ങളിലും അവര് ദേവീക്ഷേത്രങ്ങളിലും ദേവിയെ കാണുന്ന ജയ് മാതാജി എന്ന് പറയുന്നത്, ജയ് ശിവ എന്ന് പറയുന്നത്. അങ്ങനെ അവര് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് റെസ്പെക്ട് ഇല്ലാന്നല്ല, നമ്മുടെ ഫോക്കസ് ആൻഡ് എനർജി എവിടെ കൊടുക്കണം. കാരണം ഭഗവാനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ യാതൊരു തരത്തിലും ആ എനർജിക്കോ ആ ഫോക്കസിനോ ഒരു തരത്തിലുള്ള പ്രോഗ്രസ് സംഭവിക്കുന്നത്. അത് എല്ലാ ദേവീദേവന്മാർക്കും ഈക്വൽ ആയിട്ട് വ്യാപിച്ചു പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ അവരെല്ലാം റെസ്പെക്ട് ചെയ്യുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് മാതാജി ആ വ്യക്തിപരമായിട്ട് സംസാരിക്കും. ക്ലാസ്സിലിരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറഞ്ഞാൽ മാത്രമേ ഒരു വ്യക്തി അത് കറക്റ്റായിട്ട്
മനസ്സിലാക്കത്തുള്ളൂ. നമ്മളും ഒരു എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു രീതിയിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും മെസ്സേജ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ക്ലാസ് ഇതുകൊണ്ടുള്ള പൊതു ക്ലാസ്സുകളിൽ ഇരുന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. പക്ഷെ നമ്മൾ വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ അവര് ചിലപ്പോൾ ഒരു വർഷങ്ങളോളം ആരാധന പുലർത്തി വരുന്ന വ്യക്തിയായിരിക്കും. അപ്പം നമ്മൾ അവരുടെ എന്ത് ചെയ്താൽ അവർക്ക് ഭഗവാനോട് ഭക്തി കൂടുമോ, നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭക്തി നഷ്ടപ്പെടുമോ കൂടുമോ എന്ന് നോക്കി വേണം അവരോട് നമ്മൾ സംസാരിക്കാനായിട്ട്. അത് അതിന്റെ യോജിച്ച് വേണം നമ്മൾ പറയാനായിട്ട്. പക്ഷെ അതേപോലെ പക്ഷെ ഈ ഒരു ക്ലാസ്സിൽ പറയുമ്പോൾ ഇതിപ്പോ മാജി ഇവിടെ നിന്ന് ക്ലാസ് എടുക്കുകയാണ്, ക്ലാസ്സിൽ പറയുകയാണെങ്കിൽ മാജി അത് കറക്റ്റ് ആയിട്ട് ആ ശാസ്ത്രത്തിലും വ്യാസാസനത്തിൽ നിന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് പറയണം. പക്ഷെ മറ്റുള്ള വ്യക്തികൾ ക്രമേണ കുറച്ചൊന്ന് ഉയരാൻ വേണ്ടി നമുക്ക് എന്ത് രീതിയിൽ സംസാരിക്കാമോ നമ്മൾ ബുദ്ധിപരമായിട്ട് നോക്കി വേണം നമ്മൾ അവിടെ സംസാരിക്കാനായിട്ട്. ഒരേ സമയം തന്നെ ഈ പല തലങ്ങളിലൂടെ കർമ്മയോഗം ആണെങ്കിൽ ആ ടീച്ചറിന് വർഷം തോറും സിലബസ് മാറുമ്പോൾ വേറെ ബുക്കുകൾ വായിച്ച് അങ്ങനെ ലാസ്റ്റ് ഘട്ടത്തിലാണ് ആ ഏണിങ്സാണ് ഭഗവാനായിട്ട് സമർപ്പിക്കുന്നത്. പക്ഷെ അത് പല രീതിയിൽ പ്രഭുവിന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ കർമ്മയോഗം അങ്ങനെ എല്ലാ യോഗങ്ങളിലൂടെയാണോ അവസാന ലക്ഷ്യത്തിൽ എത്തിച്ചേരേണ്ടത്, അതോ ഒറ്റ ഫോക്കസിലാണോ എത്തിച്ചേരേണ്ടത്? പലപ്പോഴും നമ്മൾ ഒരു കർമ്മയോഗം എന്ന് പറയുന്ന ആ ഒരു പലപ്പോഴും ഒരു വ്യക്തി ഭക്തിയോഗത്തിൽ തന്നെ നിൽക്കും, അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ ഭൗതികമായിട്ടുള്ള ഒരു തലത്തിൽ എന്താണ് കർമ്മയോഗത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ചു. അത് എങ്ങനെയാണത്? നമ്മളൊരു വ്യക്തി ഇപ്പൊ ഒരു ഗൃഹസ്ഥനായ വ്യക്തി ജോലി ചെയ്യുമ്പോൾ അത് കർമ്മയോഗത്തിലാണോ ഭക്തിയോഗത്തിലാണോ ദൈവം പ്രവർത്തിക്കുന്നതെന്നാണ് പ്രഭു ചോദിക്കുന്നത്. അതാണ് പ്രഭുവിന്റെ ചോദ്യത്തിന്റെ ഇത്. ഏത് രീതിയിലാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. രണ്ട് രീതിയിൽ അതിനെ കാണാം, രണ്ട് രീതിയിൽ പ്രവർത്തിക്കും. ഒന്ന് അയാളുടെ കർമ്മയോഗത്തിലും ആയിരിക്കും, ചിലപ്പോൾ അയാൾ ഭക്തിയോഗത്തിലും ആയിരിക്കും. എങ്ങനെയാണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാല് ആധ്യാത്മികതയുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്ന പ്രവൃത്തികൾ ഭക്തിയോഗത്തിലായിരിക്കും. അതേസമയം എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ട് അതിന്റെ ഫലത്തെ ഞാൻ ഈശ്വരന് കൊടുക്കുന്നത് കർമ്മയോഗത്തിലായിരിക്കും. അതാണ് അതിനകത്ത് വരുന്ന വ്യത്യാസം. ഇപ്പൊ പ്രഭുവിനകത്ത് ടീച്ചർ പ്രൊഫഷനാണ് ആഗ്രഹം, പക്ഷെ ആധ്യാത്മിക ഗുരു പറയാണ് ഇപ്പോൾ ഈ സന്ദർഭത്തില് ഇവിടെ ബുക്ക് വിതരണത്തിനാണില്ല, അതുകൊണ്ട് നീ ബുക്ക് വിതരണത്തിന് പോകണം. പ്രഭു ആ നിർദ്ദേശം പൂർണ്ണമായിട്ടെടുത്ത് ആ നിർദ്ദേശത്തെ പാലിച്ച് പ്രഭുവിന്റെ ഇഷ്ടം അതല്ലെങ്കിലും പ്രഭു അതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് ചെയ്യുമ്പോൾ പ്രഭു ചെയ്യുന്ന പ്രവൃത്തി അത് ഒരു ബുക്ക് വിതരണം ഒരു ബിസിനസ് പോലെയാണ്. ഒന്ന് കൊടുത്ത് പണം മേടിക്കും. എക്സ്റ്റേണൽ നോക്കിയാൽ അത് കർമ്മയോഗം, പക്ഷെ അത് ആധ്യാത്മിക നിർദ്ദേശപ്രകാരമായി ചെയ്യുന്നത് കൊണ്ട് അത് ഭക്തിയോഗമായിട്ട് വരും. ഭക്തി അവിടെ ഭഗവാന്റെ ഇഷ്ടം. പക്ഷെ അതേസമയം എനിക്ക് ആധ്യാത്മിക ഒരു പറഞ്ഞ് എനിക്കിങ്ങനെയാണ് ഇഷ്ടം, എനിക്ക് ടീച്ചർ പ്രൊഫഷനാണ് ഇഷ്ടം, അതിന്റെ പണം ഞാൻ കൊടുക്കുന്നു. അവിടെ പ്രഭു എന്റെ കർമ്മം എന്നുള്ള ഒരു ധാരണയിലാണ് പ്രഭു പ്രവർത്തിക്കുന്നത്. ആ ഭാഗം പ്രഭുവിന്റെ കർമ്മയോഗമായിട്ട് വരും. കർമ്മയോഗം ഭക്തിയോഗത്തിന്റെ തുടക്കമായിട്ട് ശ്രീമദ്ഭഗവാൻ പറയുന്നു. ക്രമേണ ആ സറണ്ടർ മോഡ് വരുമ്പോൾ, സറണ്ടർ 100% വരുമ്പോഴാണ് ഒരു വ്യക്തി ഭക്തിയോഗത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഇപ്പോഴെല്ലാം നമ്മൾ ഒരു തലത്തില് കർമ്മയോഗമാണ് ചെയ്യുന്നത്, നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് അതിന്റെ ഫലം ലഭിക്കുക. പക്ഷെ എപ്പോഴാണ് നമ്മൾ പൂർണ്ണമായിട്ട് ആധ്യാത്മിക ആചാര്യന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്നത്, ആധ്യാത്മിക ആചാര്യൻ ഭക്തിയോഗത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ വ്യക്തി കർമ്മയോഗത്തിലല്ലോ, അദ്ദേഹം പൂർണ്ണമായിട്ട് ഭക്തിയോഗത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് 100% അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മളത് ഭക്തിയോഗത്തിലാണ് നോക്കുന്നത്. അതാണ് എന്റെ ഒരു വ്യത്യാസം. നമ്മുടെ സറണ്ടർ മൂടാണ്, അതായത് അത്ര സറണ്ടർ ആവാത്തവരാണ് കർമ്മയോഗത്തിൽ നിൽക്കുന്നത്. നമ്മളെല്ലാവരും ഏകദേശം അതേ തരത്തിലാണ്. ഫുള്ളി സറണ്ടേർഡ് ഒരു വ്യക്തിയാണ് ഭക്തിയോഗത്തിൽ നിൽക്കുന്നത്. പലതര
അതുപോലെ തന്നെ ബുക്കുകളും വായിച്ചാണ് വളർന്നു വന്നത്. നമ്മൾ കൃഷ്ണാവബോധത്തിലേക്ക് ആ ഒരു പാതയിലായിരിക്കുമ്പോൾ നമ്മുടെ മക്കൾ, പക്ഷെ എല്ലാ പേരൻസിന്റെ ഒരു സംശയമായിരിക്കുക, അപ്പൊ അവർക്ക് ഇത്തരം ബുക്കുകൾ വായിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കണം. അതേ പുള്ളി അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാതിരുന്നാൽ അത് നീതിപൂർവമാവുന്നു. അത് പലതര അറിവുകളിലൂടെ അവർ എത്തിയിട്ടാണല്ലോ. അത് ഇപ്പം നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പഞ്ചതന്ത്രവും മറ്റേ മഹാഭാരതത്തെ കുറിച്ചൊക്കെ പറയും, അമർചിത്രകഥയൊക്കെ ഒരുപാട് വായിച്ചാണ് നമ്മളൊക്കെ വന്നത്. അതിനകത്ത് കുറെ നോളജ് നമുക്ക് കിട്ടി. അവസാനം നമുക്ക് ശീല പ്രഭുപാദിന്റെ പുസ്തകങ്ങൾ കിട്ടി. നമുക്കത് എന്താണ് കറക്റ്റ് നോളജ് എന്നാണ്. നമ്മൾ കറക്റ്റ് നോളജ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ നോളജ് കൊടുക്കുന്നതാണ് നല്ലത്. നമുക്ക് കുട്ടികളുടെ അടുത്ത് പറയാൻ നീ അത് ഇതൊക്കെ വായിച്ചോ, ബാലരമ വായിച്ചോ, ആ കുട്ടികൾ എത്ര ബാലരമ വായിച്ച കുട്ടികൾ, എത്ര അമർചിത്രകഥ വായിച്ച കുട്ടികളും ശരിയായ തലത്തിലെത്തി എന്ന് നമുക്ക് പറയാൻ പറ്റും. വളരെ കുറച്ച് പേര് മാത്രമേ അതിൽ നിന്ന് ശരിയായ നോളജ് ഉൾക്കൊണ്ട് വന്നിട്ടുള്ളൂ. അപ്പൊ നമുക്കൊരു റിസ്ക് ആണ്, ഒരു ഗാംബ്ലിംഗ് ആണ്. നമ്മൾ അതൊക്കെ നമുക്കിവിടെ സോളിഡായിട്ടുള്ള ഒരു നോളജ് ഉള്ളതാണ്. നമ്മൾ അതിൽ നിന്ന് അവർ ഇൻസ്പയർഡ് ആയി വരും എന്ന് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റത്തില്ല. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും തെറ്റായ സന്ദേശമായിരിക്കും എടുക്കുന്നത്. ശീല പ്രഭുപാദൻ പോലും മറ്റ് അദ്ദേഹത്തിന്റെ ഗൗരി വൈഷ്ണവ പരമ്പരയിലെ മറ്റ് സന്യാസിമാർ വരുമ്പോൾ നമ്മൾ പറയുന്നത് കോൺട്രവേഴ്സിയൽ ആവോ എന്ന് എനിക്ക് അറിയത്തില്ല. അത് സന്യാസി വ്യാസാസനത്തിൽ പറയാനായിട്ട് അനുവദിച്ചിട്ടില്ല. അതായത് പ്രഭുപാദിന്റെ ഗോഡ് ബ്രദേഴ്സിന് വ്യാസാസനത്തിൽ ചെന്ന് ക്ലാസ് എടുക്കാൻ പ്രഭുപാദ് അനുവദിച്ചിട്ടില്ല. അദ്ദേഹം ഒരു മഹാരാജ് വെസ്റ്റേൺ കൺട്രീസിൽ വന്ന സമയത്ത് അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് റെസ്പെക്ട് കൊടുക്കണം, ചെയ്യണം. പക്ഷെ ഇന്ന വ്യാസാസിൽ നിന്ന് ക്ലാസ് കൊടുക്കാനായിട്ട് പ്രഭുപാദ് പറഞ്ഞിട്ടില്ല. അപ്പം എന്തുകൊണ്ട് പ്രഭുപാദൻ പറഞ്ഞില്ല? എന്തെങ്കിലും ഞാൻ പറയുന്നതിന് എന്തെങ്കിലും ചെറിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് കൺഫ്യൂഷനിലേക്ക് എത്തും എന്നുള്ളതാണ്. അമർചിത്രകഥയായാലും നമ്മളിപ്പോ ഈ തരത്തിൽ പ്രഭുപാദിന്റെ ബുക്കിൽ നിന്ന് അതിനെ നോക്കുമ്പോൾ അതിനകത്തൊക്കെ പല മായാവാദ സിദ്ധാന്തങ്ങളുണ്ട്. പലപ്പോഴും നോർത്ത് ഇന്ത്യയിലൊക്കെ രാമചരിത മാനസം വളരെ ഇതായിട്ട് പറയുന്നത്. പക്ഷെ പ്രഭുപാദിന്റെ ബുക്കിൽ പ്രഭുപാദൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് അതിനകത്ത് മായാവാദ ടെൻഷൻ, മായാവാദമുണ്ട്. അപ്പൊ നമുക്കൊരു ഏറ്റവും സോളിഡ് ആയിട്ട് ഏറ്റവും പ്യൂർ ആയിട്ടുള്ള നോളജ് കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ അതാണ് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്. അപ്പൊ അവരത് ഇതൊരു ഫനാറ്റിക് ആയി പോകുമോ, എന്റെ കുട്ടിയിൽ മാത്രം പഠിച്ചു വരും. പ്രഭുപാദിന്റെ ബുക്കില് ഈ ലോകത്തിന് കിട്ടാവുന്ന എല്ലാ അറിവുകളുടെയും സാരാംശമാണ്. അത് നമുക്ക് കൺവിക്ഷൻ വേണം. ഭഗവത്ഗീത ആയാലും ഭാഗവത ആയാലും നമ്മൾ എന്തെല്ലാം ബുക്കുകൾ എവിടെ നിന്നൊക്കെ വായിച്ചോ അതിൽ നിന്ന് കിട്ടാവുന്ന എല്ലാം പ്രഭുപാദിന്റെ ബുക്കിൽ നിന്ന് കിട്ടും. ഒരു വ്യക്തിക്ക് പ്രോപ്പർ വ്യവസ്ഥനാകാൻ പറ്റും, പ്രോപ്പർ സോൾജർ ആവാൻ പറ്റും, പ്രോപ്പർ ടീച്ചർ ആവാൻ പറ്റും, പ്രോപ്പർ സ്പിരിച്വൽ മാസ്റ്റർ ആകാൻ പറ്റും. എല്ലാം പ്രഭുപാദിന്റെ ബുക്കിൽ നിന്ന് നമുക്ക് കിട്ടും. അത് നമുക്ക് കൺവിക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കൊടുക്കും. പിന്നെ അവരുടെ ഇത് മാത്രമേ പഠിക്കണം, നമ്മൾ ഇതാണ് ഏറ്റവും നല്ലതെന്ന് നമുക്ക് പറഞ്ഞോളൂ. പക്ഷെ അവരെടുത്ത് വേറെ വായിക്കുമായിരിക്കും. പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ഏറ്റവും പ്യുവറായിട്ടുള്ള കാര്യം തന്നെ അവർക്ക് കൊടുക്കണം. അല്ലെങ്കിൽ അവരെങ്ങനെ വന്നു ചേരും, അവർ ഇതിലേക്ക് എത്തിച്ചേരും നമുക്ക് പറയാനായിട്ട്. അപ്പോൾ പറഞ്ഞ പോയിന്റിൽ ഒരു ആമിഷ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് അമേരിക്കയിൽ. ആമിഷ് എന്ന് പറഞ്ഞൊരു കൂട്ടം ആൾക്കാരുണ്ട്. അത് വളരെ അവര് യന്ത്രം ഉപയോഗിക്കത്തില്ല, വളരെ നാച്ചുറൽ ആയിട്ട് ജീവിക്കുന്നത്. ഇന്നും അങ്ങനത്തെ സൊസൈറ്റി ഉണ്ട് അമേരിക്കയിൽ. അവിടെ പോയി കഴിഞ്ഞാൽ കുതിരവണ്ടിയിലാണ് അവർ സഞ്ചരിക്കുന്നത്. ഇതൊക്കെ അവർ കൈകൊണ്ടാണ് നമ്മൾ ഈ അമ്മിക്കല്ല് വെച്ചൊക്കെ ചെയ്യുന്നത്. അവർ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കത്തില്ല. അങ്ങനത്തെ ലൈഫാണ്. അത് ഭയങ്കര ഒരു ക്ലോസ്ഡ് സൊസൈറ്റിയാണ്. പക്ഷെ അവര് പറഞ്ഞതുപോലെ അവരുടെ കുട്ടികളെ വളർത്തി വരുമ്പോൾ അവര് ആമി സൊസൈറ്റിയിലെ അംഗങ്ങളായിട്ട് അവർ കരുതത്തില്ല. അവരുടനെയാണ് കരുതത്തില്ല. അവർക്ക് പുറത്തൊക്കെ പോകാൻ, മറ്റ് സൊസൈറ്റികളുമായിട്ടൊക്കെ ഇടപെടണം, എല്ലാം കാണാം. എന്നിട്ട് അവർ മനസ്സിലാക്കും ഈ സൊസൈറ്റിയാണ് ഏറ്റവും ഉന്നതം
ഇതിനാണ് ഇതിൽ ഏറ്റവും സൗഹാർദ്ദപരമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ തിരിച്ച് ആ സൊസൈറ്റിയിൽ വരും. അപ്പോഴേ അവരെ ആ കുട്ടികളെ അവരെ ആ സൊസൈറ്റിയിൽ അംഗങ്ങളായിട്ട് കരുതുള്ളൂ. അപ്പോൾ പറഞ്ഞതുപോലെ എല്ലാം കണ്ടിട്ട് മണ്ണ് ചെയ്യും എന്നുള്ളത് ധാരണ. പക്ഷെ അത് നമുക്ക് ഉറപ്പ് പറയുന്നത് ഭൗതികമായ സൊസൈറ്റിയിൽ ചിലപ്പോൾ നടക്കുമായിരിക്കും. പക്ഷെ ഈ ചുറ്റും മാനവവാദവും നിരീശ്വരവാദവും എല്ലാം അടങ്ങിയ ഈ ലോകത്തില് നമ്മൾ അവരെ എന്ത് വേണമെങ്കിലും വായിച്ചോ പറഞ്ഞ് വിട്ടിട്ട് തിരിച്ചവര് പരിശുദ്ധ ഭക്തിയിലേക്ക് വരും എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. ശ്രീല പ്രഭുപാദ് തന്റെ ഉദാഹരണത്തിലൂടെ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ശ്രീല പ്രഭുപാദിന്റെ പുസ്തകങ്ങൾ ഫോളോ ചെയ്യുന്ന വ്യക്തികൾ മാത്രമായിരിക്കണം വ്യാസാസം ചെയ്ത് സംസാരിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ പ്രഭുപാദ് വളരെ നിഷ്കർഷ കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ജോലിയാണ് ചെയ്യുന്നതെങ്കിലും ഞാൻ പറയുന്നു നമ്മുടെ ജീവിതത്തില് അദ്ദേഹത്തിന് തന്നെ എടുത്തോളൂ. അദ്ദേഹത്തിന് ഒരു കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. നമ്മുടെ ആ അത്യാവശ്യമായ വൃത്തി നടത്തിയിട്ട് നമ്മുടെ കുടുംബം നമ്മളെ മാത്രം ആശ്രയിച്ചിരിക്കുന്നതാണ്. നമുക്ക് നമുക്ക് മനസ്സിലായി. അതേ സമയത്ത് അദ്ദേഹം ആ ഒരു ഇത് കഴിഞ്ഞ ഒരു റിട്ടയർഡ് ലൈഫില് അതിന്റെ പെൻഷൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ ഡിസ്ട്രിബ്യൂഷന് പോകാനായിട്ട് കഴിയും. രണ്ടും നടക്കും. അത് നടക്കും, വീട്ടിലെത്തിയും നടക്കും. ഇങ്ങനെ ഒരു ഫൈനാൻസിൽ നമ്മുടേതായ ആ ഒരു ഞാൻ പറഞ്ഞ ആൻസർ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് മാജിക്ക് ആ ഒരു കൺഫ്യൂഷൻ വന്നത്. ഞാൻ പറഞ്ഞത് ഇപ്പം ആധ്യാത്മിക ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ചെയ്യുന്ന പ്രവൃത്തികളാണ് ഭക്തിയോഗം എന്ന് പറഞ്ഞത്. ആധ്യാത്മിക ഗുരുവിന്റെ നിർദ്ദേശം ഇല്ലാതെ ചെയ്യുന്ന പ്രവൃത്തികൾ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് അതിന്റെ ഫലം ഈശ്വരൻ അർപ്പിക്കുന്നതിന് കർമ്മയോഗം. പക്ഷെ ആധ്യാത്മിക ഗുരു ഒരു ശിഷ്യന്റെ സറണ്ടർ അനുസരിച്ച് അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുക്കുകയുള്ളൂ. ആധ്യാത്മിക ഗുരു ഒരിക്കലും അദ്ദേഹത്തിനോട് പറയില്ല നീ ജോലി ഉപേക്ഷിച്ച് ബുക്ക് വിതരണത്തിന് പോകാനായിട്ട് പറയും. അദ്ദേഹത്തിന്റെ സറണ്ടർ, അദ്ദേഹത്തിനെ ആശ്രയിക്കുന്നവരുടെ സറണ്ടർ എല്ലാം നോക്കിയിട്ടേ ആധ്യാത്മിക ഗുരു ആ വ്യക്തിക്ക് യോജിച്ചത്. നമുക്ക് ഏതെങ്കിലും ഒരു സർവീസ് എൻഗേജ് ചെയ്യാം, ആ സർവീസിൽ നമ്മൾ ഫുള്ളി എൻഗേജ്, സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, ഹാപ്പി ആയിരിക്കണം, എന്നൊന്നും അതിൽ തുടരണം. അത് നോക്കിയിട്ടേ ആധ്യാത്മിക ഗുരു ആ നിർദ്ദേശം കൊടുക്കുള്ളൂ. അപ്പൊ ആധ്യാത്മിക ഗുരു പറയുകയാണ് നീ ഇപ്പൊ ടീച്ചറാണ്, നീ സ്കൂളിൽ പോയി പഠിക്കുക, നിന്റെ ധനം കൃഷ്ണാഭോഗത്തിന് ഉപയോഗിക്കും. അപ്പൊ അദ്ദേഹം കേട്ട് അദ്ദേഹം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം ഭക്തിയോഗത്തിലാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹം കർമ്മയോഗമല്ല ചെയ്യുന്നത്. ആ ജോലിയിലെ എല്ലാ വ്യത്യാസം ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുമ്പോഴാണ് കർമ്മയോഗം ഭക്തിയോഗമായിട്ട് മാറുന്നത്. പക്ഷെ അതേസമയം ഗുരു പറയാണ് നീ ഇപ്പൊ ടീച്ചറാണല്ലോ, നിനക്ക് ആശ്രയിച്ചൊരു കുടുംബമുണ്ട്, നീ ഇപ്പം ടീച്ചറായിട്ട് നിന്നും നിന്റെ ആ പ്രൊഫഷൻ നീ ഇത് ചെയ്യും, നീ ഭഗവാന്റെ സേവനത്തിന് ചെയ്യും എന്ന് അദ്ദേഹത്തിനോട് ഗുരു പറഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പൊ ഇദ്ദേഹം വിചാരിച്ചു ഞാൻ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഈ ഭക്തി സമൂഹത്തിൽ അത്രയും പ്രാധാന്യം കിട്ടില്ല, ഞാൻ ഒരു കാര്യം ചെയ്യാം, എന്റെ ജോലി ഉപേക്ഷിച്ചിട്ട് ഞാൻ ബുക്ക് വിതരണത്തിന് പോകാം. അപ്പൊ നമ്മൾ തോന്നും ഗുരു പറയുന്നു നീ ജോലി ചെയ്യാൻ പറയുന്നു, അദ്ദേഹം പറയുന്നു ഞാൻ ബുക്ക് വിതരണത്തിന് പോകാം എന്ന് പറയുന്നു. അപ്പം ആ രണ്ടാമത് ചെയ്യുന്ന പ്രവൃത്തി ഗുരു പറയുന്നതിന് വിരുദ്ധവുമാകും. അത് ഇനി എന്തെങ്കിലും എടുത്ത് ചെയ്താൽ അത് കർമ്മയോഗമായി മാറും. അതേസമയം ജോലി ചെയ്യാനായിട്ട് ഗുരു പറഞ്ഞത് ഭക്തിയോഗവുമായിട്ട് മാറും. നമ്മൾ ഗുരുവിന്റെ വാക്കിന്റെ സറണ്ടറാണ് ഒരു വ്യക്തി ഭക്തിയോഗത്തിലാണോ കർമ്മയോഗത്തിലാണോ നിൽക്കുന്നത്, ഏത് പ്രൊഫഷനാണ്, ഏത് ആശ്രമം എന്നുള്ളത് അതിനകത്ത് ക്ലിയർ ആയിരുന്നു. എന്തുകൊണ്ടാണ് നമ്മള് ഈ ഭക്തി പ്രസ്ഥാനത്തിൽ വന്നിട്ട് നമ്മളെല്ലാവരും കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന് ഈ ഭഗവത്ഗീത ഉദ്ധരിച്ച് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇപ്പോഴും അതിന് സംശയം, അല്ലെങ്കിൽ നമുക്ക് ഭഗവാനെ പരമദിവ്യോത്തമ പുരുഷനായിട്ട് കേട്ടാലും നമുക്കത് കാണാൻ പറ്റാത്തത്, അല്ലെങ്കിൽ
മനസ്സിലാക്കാനായിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് പ്രഭു ചോദിച്ചത്. ഒന്ന് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുന്ന ഡൗട്ട്സുകളാണ്. നമുക്ക് ഇതെല്ലാം കേൾക്കുന്നുണ്ട്, നമ്മൾ ഈ ക്ലാസ്സുകളിലൊന്നും കേൾക്കുന്നുണ്ട്, എങ്കിലും നമ്മുടെ ഹൃദയത്തിൽ പല പല സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളെ ദൂരീകരിക്കുക, അതിനെ ഫേസ് ചെയ്യാൻ നമുക്കുള്ള ഭയം കൊണ്ടാണ്. നമ്മുടെ ഹൃദയത്തിൽ സംശയമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഇത്രയും നാളെ തെറ്റായി ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്തുന്നതിലാണ് ആത്മാർത്ഥത ഇരിക്കുന്നത്. നമ്മള് ഞാൻ ഇങ്ങനെയാണ് ധരിച്ചു വെച്ചിരുന്നത്, ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരു സംശയമായി സംശയം ഞാൻ ഇതിനെ തിരുത്താൻ പോകുന്നത് അതങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചാൽ ഒരിക്കലും നമുക്ക് ആത്മീയപരമായിട്ട് ഉയരാൻ പറ്റില്ല. നമ്മുടെ ഇത്രയും നാൾ പഠിച്ച് എത്ര വർഷങ്ങളായിട്ട് അച്ഛനും അമ്മയും ടീച്ചർമാരും ഒക്കെ പഠിപ്പിച്ചു തന്നത് തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ തെറ്റ് തിരുത്താനുള്ള ഒരു ആർജവം നമ്മളിൽ ഉണ്ടായിരിക്കും. അത് ഞാൻ ഇത്ര നാൾ പഠിച്ച തെറ്റാണ്, എനിക്ക് തെറ്റുപറ്റിപ്പോയി, അത് ഹ്യൂമിലിറ്റി, അത് ഹോണസ്റ്റിയാണ്, തെറ്റാണെന്ന് മനസ്സിലാക്കി അത് തിരുത്താനുള്ള ഇത് നമുക്കുണ്ടായിരുന്നു. അതില്ല, അതിനെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ടാണ്. എന്റെ ജീവിത സാഹചര്യങ്ങൾ മാറും, എന്റെ കൂട്ടുകാരൊക്കെ എന്താ വിചാരിക്കും എന്നൊക്കെയുള്ള ഭയം കൊണ്ട് നമ്മൾ അതങ്ങനെ തന്നെ തുടർന്നു പോവുകയാണ് ചെയ്യുന്നത്. നമുക്കിവിടെ ഈ ഭഗവത്ഗീത അനുസരിച്ച് നമുക്ക് പറഞ്ഞു തന്നു, ഇത് കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണെന്ന് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അപ്പൊ അത് തെറ്റാണ്, എനിക്കത് ശരിയായിട്ട് തോന്നുന്നില്ല എങ്കിൽ നമ്മൾ ചോദിക്കണം. ഇതേപോലുള്ള ക്ലാസ്സുകൾ അതിനാണ് ശീലപ്രഭുപാദ് നമുക്ക് നൽകിയിട്ടുള്ളത്. അത് ശരിയല്ല, തെറ്റാണ് എന്ന് ചോദിക്കണം. അങ്ങനെ ആ സംശയങ്ങൾ നമുക്ക് നേരിട്ട് ചോദിക്കാൻ പറ്റില്ലെങ്കിൽ ആ വ്യക്തി ഈ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ചോദിക്കാം. നമുക്ക് മുതിർന്ന ഭക്തന്മാരുണ്ട്, അവരോട് ചോദിക്കാം. ആ നമ്മളുടെ സ്പിരിച്വൽ ലൈഫിന്റെ ഉത്തരവാദിത്വം നമ്മുടെ കയ്യിലാണ്. ആ സിൻസിയറിറ്റിയിൽ നമ്മളാണ് കാണിക്കേണ്ടത്. നമ്മുടെ സംശയങ്ങൾ തീർക്കാനും നമുക്ക് അഡ്വൈസ്. ഒരു പറയുന്നത് നിങ്ങൾ ഇങ്ങനെ വേഷം എഴുതുക, ഇങ്ങനെ തിലകെഴുതുക, എന്തുകൊണ്ടൊക്കെ ഇടണം, അതുകൊണ്ട് എന്തുകൊണ്ട് ഇടണം, ഞാൻ ഇവിടെ വെറുതെ വന്നാൽ പോലെ, ഇങ്ങനെ അതെന്തിനാ ചെയ്യുന്നത്, അത് നമുക്ക് സംശയമായിട്ടുണ്ടാവും. നമ്മൾ ചോദിച്ചത് ക്ലിയർ ചെയ്യണം. അത് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു വീക്ക് പൊസിഷനിലാണ്. ഞാൻ പോകുന്നത് ശരിയാണോ, പോകുന്നത് ശരിയാണോ തെറ്റാണോ, ഇങ്ങനെ നമ്മൾ അതിനകത്ത് നിൽക്കുക, ആടി ഒലഞ്ഞ് നിൽക്കതേ ഉള്ളൂ. നമുക്ക് ഒന്ന് സ്റ്റഡി ചെയ്യാൻ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നമ്മുടെ ഹൃദയത്തിലുള്ള സംശയങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് ചോദിച്ചത് മാറ്റി നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ബുദ്ധി നല്ല പൂർണ്ണമായിട്ട് ഉറയ്ക്കണം. എങ്കിലും നമുക്കിതിൽ സ്ഥിരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പൊ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിനെ ഭയക്കണ്ട, ചോദിക്കുകയാണ് നമ്മൾ വേണ്ടത്. ഭഗവാൻ പറയുന്നത്, ഭഗവാന്റെ ശക്തിയോടുകൂടി മാത്രമേ ഭഗവാനെ ആരാധിക്കാവൂ. ഒന്ന് ആത്മീയ ശക്തി, അന്തരംഗ ശക്തി, അല്ലെങ്കിൽ ബഹിരംഗ ശക്തി. സാധാരണ വൈഷ്ണവരെ അന്തരംഗ ശക്തിയായിട്ടാണ് ആരാധിക്കുന്നത്. ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ ആദ്യമായിട്ട് ക്ഷേത്രത്തിലും പോയി, അതായത് ബഹിരംഗ ശക്തി, ഒപ്പം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നത്, അതിലെനിക്ക് ആത്മീയമായിട്ട് പുരോഗതി ഉണ്ടാവുമോ, അതോ ഞാൻ അത് ചെയ്യുന്ന തെറ്റാണോ? അതായത് ബഹിരംഗ ശക്തിയും ആയിട്ട് കൃഷ്ണനെ ആരാധിക്കാമോ, അല്ല അന്തരംഗ ശക്തിയായിട്ട് മാത്രമേ ആരാധിക്കാമോ? എനിക്കങ്ങനെ തോന്നിയതാണ്. ഭഗവാന് രണ്ട് ശക്തികളുണ്ട്, ഒന്ന് അന്തരംഗ ശക്തി, രണ്ട് ബഹിരംഗ ശക്തി. ഇപ്പൊ പേര് വിചാരിക്കുകയാണെങ്കിൽ ഭൗതിക ലോകവും എല്ലാം ഭഗവാന്റെ ബഹിരംഗ ശക്തിയാണ്. അപ്പൊ ബഹിരംഗ ശക്തിയായിട്ടുള്ള ഭഗവാനെ ആരാധിക്കാം, അതേസമയം ഞാൻ ഹരേ കൃഷ്ണ മഹാമന്ത്രം ആരാധിക്കാം എന്ന് എനിക്ക് ചിന്തിച്ചാൽ അത് ശരിയാണോ തെറ്റാണോ എന്നാണ് പ്രഭുവിന്റെ ചോദ്യം. എനിക്ക് ആത്മീയ പുരോഗതി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ആത്മീയ പുരോഗതി എന്ന് പറയുന്നത് ഭഗവാന്റെ പ്ലഷറിലാണ് ഉണ്ടാകുന്നത്. നമുക്ക് അതായത് നമ്മൾ ഭഗവാനെ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുന്നു, ഭഗവാൻ പറയുന്നത് കേട്ട് സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുന്നു. ആത്മീയ പുരോഗതി എങ്ങനെയാ വരുന്നത് വെച്ചാൽ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് അദ്ദേഹത്തിന്റെ സ്നേഹത്തിനെ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഹൃദയത്തിലേക്ക് ഭഗവാന്റെ സ്നേഹം സ്വീകരിക്കുക, അല്ലെങ്കിൽ ഭഗവാന്റെ സ്നേഹം സ്വീകരിക്കാനായിട്ട് നമ്മൾ ഹൃദയം തയ്യാറാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭഗവാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഭഗവാൻ ആ സ്നേഹം തരുന്നത്. ഇപ്പം ഭഗവാൻ ഭഗവത്ഗീതയിലൂടെയും ആചാര്യന്മാരിലൂടെയും എങ്ങനെയാണ് ഭഗവാന്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് ഞാൻ ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ പ്ലീസ്ഡ് ആവും. അപ്പൊ ഭഗവാൻ തിരിച്ച് നമുക്ക് അദ്ദേഹത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് തരികയും അത് നമ്മുടെ ആത്മീയ പുരോഗതിയാവുകയും ചെയ്യും. ഇപ്പൊ ഒരു വ്യക്തി, ഞാനിവിടെ നിൽക്കുന്നു, ഞാനിവിടെ നിന്നിട്ട് ഒരു വ്യക്തി എന്റെ അടുത്തേക്ക് വരും, ഇവിടുന്ന് ലൈറ്റ് വരുന്നു, എന്റെ പുറകിലാണ് എന്റെ നിഴലിരിക്കുന്നത്. എന്റെ നിഴല് ഞാനുണ്ട്, എന്റെ നിഴലുണ്ട്,
എന്റെ മുൻപിൽ ഒരു വ്യക്തിയുണ്ട്. ഭഗവാൻ ആ അന്തരംഗ ശക്തി, അതായത് ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയുന്നത് നമ്മൾ അന്തരംഗ ശക്തി, ആ ഫ്രണ്ട് പാർട്ടാണ്. ഭഗവാന്റെ അന്തരംഗ ശക്തി വെച്ച് ഭഗവാന്റെ ഫ്രണ്ട് പാർട്ടാണ്. ഫ്രണ്ട് പാർട്ടിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കും, ഭഗവാന്റെ അനുഗ്രഹം കിട്ടുകയും ചെയ്യും. പക്ഷെ ബഹിരംഗ ശക്തി വെച്ച് ഭഗവാന്റെ നിഴലാണ്. അപ്പൊ നമ്മൾ നേരെ പുറകെ പോയി നിഴലിൽ നിന്നുകഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഭഗവാനുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഭഗവാന് രണ്ട് ശക്തികളുണ്ടെങ്കിലും നമ്മള് ഭഗവാന്റെ അന്തരംഗ ശക്തിയാണ് പിന്തുടരേണ്ടത് എന്നാണ് ആചാര്യന്മാർ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം അന്തരംഗ ശക്തി വിളിച്ചിട്ടാണ് ഭഗവാനെ വിളിക്കുന്നത്. പ്രഭുപാദ ഹരേകൃഷ്ണ മഹാമന്ത്രത്തിന്റെ അർത്ഥം പറയുന്നത് അല്ലയോ കൃഷ്ണന്റെ അന്തരംഗ ശക്തി, അല്ലയോ കൃഷ്ണ എന്നെ അവിടുത്തെ സേവനത്തിനായിട്ട് വിനിയോഗിക്കണമേ എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് ഇപ്പം ഇതാണ് നമുക്ക് ബഹിരംഗ ശക്തിയാണ്. ഇപ്പൊ പിണറായി വിജയൻ അദ്ദേഹം ബഹിരംഗ ശക്തിയാണ്, വളരെ ഭൗതിക ശക്തിയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന് പിന്തുടർന്ന് നമുക്ക് എങ്ങനെ ഭക്തിയിൽ മുന്നോട്ട് വരാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഭഗവാൻ പറയുന്ന വാക്കുകൾ അനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ആത്മീയ പുരോഗതി നമുക്ക് ലഭിക്കുന്നത്. വരുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും മാമാശക്തി അല്ലെങ്കിൽ മാമേകം കാരണം ഭക്തിയ സേവനം മാത്രം അതൊരു മാനസികാവസ്ഥയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രഭുപാദ് ലാസ്റ്റ് ടൈമിൽ, അതായത് മരണത്തിന് തൊട്ട് 2-3 ദിവസം മുമ്പ് പ്രഭുപാദ് പറഞ്ഞൊരു കാര്യം, അത് നമുക്ക് പ്രഭുവിന്റെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് നമ്മളിപ്പം പൂർണ്ണമായിട്ട് ഭഗവാനെ ആശ്രയിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ വാർദ്ധക്യത്തിന്റെ ഒരു ഘട്ടം വരുമ്പോഴത്തേന് നമ്മൾ ഈ വാർദ്ധക്യത്തിന്റെ രോഗങ്ങളും അതിന്റെ വേദനകളുമായി നിറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഭഗവാനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് പറ്റില്ല എന്ന് ഉള്ളൊരു ഘട്ടം വരും. അപ്പൊ നമുക്ക് ഈ പൂർണ്ണമായിട്ട് ഭഗവാനെ ആശ്രയിക്കാൻ പറ്റുമോ എന്നാണ് പ്രഭുവിന്റെ ചോദ്യം. അതിന് ഉത്തരമായിട്ട് ശ്രീല പ്രഭുപാദിന്റെ ഏകദേശം വൺ ഓഫ് ദ ലാസ്റ്റ് സെന്റൻസ് ആണ് പ്രഭുപാദിന്റെ. പ്രഭുപാദ് അന്ന് നവംബർ മാസം മറ്റാണ്, നവംബർ 14 പ്രഭുപാദ് മരിക്കുന്നത്. പ്രഭുപാദ് ആ സമയത്ത് ഒരു അർദ്ധരാത്രി സമയത്ത് പ്രഭുപാദ് സംസാരിക്കാനൊന്നും ഇല്ലായിരുന്നു. കുറച്ചൊരു സൗണ്ട് ഉണ്ടാക്കി. അപ്പൊ അടുത്തിരുന്ന ശിഷ്യൻ അത് ശ്രദ്ധിച്ചു. ശിഷ്യൻ ശ്രദ്ധിച്ചിട്ട് പ്രഭുപാദ് അടുത്തേക്ക് വന്ന് ചെവി അടുത്തേക്ക് വെച്ചപ്പോഴത്തേനും പ്രഭുപാദ് തന്റെ ഗിരിരാജ് മഹാരാജിനെ വിളിക്കാനായിട്ട് പറഞ്ഞു. ഗിരിരാജ് മഹാരാജ് അടുത്ത റൂമിലുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ വിളിക്കാനായിട്ട് പറഞ്ഞിട്ട് ഗിരിരാജ് മഹാരാജ് പെട്ടെന്ന് ശിഷ്യൻ പോയിട്ട് ഗിരിരാജ് മഹാരാജിനെ വിളിച്ചു. അർദ്ധരാത്രി 12 മണിക്കാണ്, അവരെല്ലാം ഉറങ്ങാണ്. എന്നിട്ട് പ്രഭുപാദ് ചോദിച്ചു, എന്നെ കൃഷ്ണാബോധം, ഞാൻ പോകുന്ന ശേഷം കൃഷ്ണാബോധ പ്രസ്ഥാനം മുന്നോട്ട് പോകുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പം വിരാഷ്മയുടെ ഉത്തരം പറഞ്ഞത്, നമ്മളെല്ലാവരും സിൻസിയർ ആണെങ്കിൽ ഇത് നല്ല രീതിയിൽ പോകും പ്രഭുപാദ്, അങ്ങയുടെ ശിഷ്യന്മാരെല്ലാം സിൻസിയർ ആണെങ്കിൽ പോകും എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ പ്രഭുപാദ് ഒരു സൗണ്ട് ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, സിൻസിയറിറ്റി മാത്രം പോലെ ഓർഗനൈസേഷനും വേണം. നമ്മൾ ബുദ്ധിപരമായിട്ടും ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാവുന്നു. സിൻസിയറിറ്റി ആൻഡ് ഓർഗനൈസേഷൻ എന്ന രീതിയിൽ പ്രഭുപാദ് പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞൊരു വേർഡാണ്, നമ്മൾ ഏത് രീതിയിൽ അതിനെ മനസ്സിലാക്കണം ഇങ്ങനെ പ്രഭുപാദ് പറഞ്ഞു. കൃഷ്ണാബോധം എന്തെന്ന് മനസ്സിലാക്കാനായിട്ട് പ്രഭുപാദ് പറഞ്ഞു, എവരിതിങ് ഈസ് മൂവിങ് ആൻഡ് കൺട്രോളിങ് ബൈ കൃഷ്ണ, ദാറ്റ് ഈസ് ഗോഡ് കൃഷ്ണ കോൺഷ്യസ്. അങ്ങനെയല്ലേ ഡിക്റ്റഫോണിൽ പ്രഭുപാദ് പറയുന്ന ഒരു വാക്കുണ്ട്, എവരിതിങ് മൂവിങ്, എല്ലാം ഈ ലോകത്തിലുള്ള എന്ത് കാര്യങ്ങളും മൂവിങ്, എല്ലാം അനങ്ങുന്നതും എല്ലാം നിയന്ത്രിക്കപ്പെടുന്നതും കൃഷ്ണന്റെ ശക്തിയാലാണ്. ഈ ബോധത്തിനെയാണ് കൃഷ്ണാബോധം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വാർദ്ധക്യങ്ങൾ വരുമ്പോഴും, വാർദ്ധക്യത്തിന്റെ ഓരോ അസുഖങ്ങൾ വരുമ്പോഴും, ഓരോ ഇത് വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കുക, കൃഷ്ണൻ അറിയാതെ അല്ല ഇതൊന്നും വരുന്നത്. കൃഷ്ണൻ അറിഞ്ഞുകൊണ്ടാണ്
ഈ രോഗങ്ങളും ഈ ബുദ്ധിമുട്ടുകളും ഈ മറ്റു കാര്യങ്ങളെല്ലാം എനിക്ക് വന്നു ചേരുന്നത് എന്ന ബോധമുണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ കൃഷ്ണാവബോധമാണ്. നമ്മൾ അസുഖത്തിലാണ്, ചിലപ്പോൾ നമുക്ക് ചമയ്ക്കാൻ പറ്റില്ല, നമുക്ക് ജപിക്കാൻ പറ്റില്ല, നമുക്ക് സൗണ്ട് എടുക്കാൻ പറ്റില്ല. അപ്പോഴും നമ്മൾ മനസ്സിലാക്കുക ഇത് കൃഷ്ണന്റെ അറിവോടുകൂടിയാണ്. എനിക്കിങ്ങനെ കൈ അനക്കാൻ പറ്റാതാവുന്നതും കൈ അനക്കാൻ പറ്റുന്നതും കൃഷ്ണന്റെ ഇച്ഛയിലാണ്. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നതും സംസാരിക്കാൻ പറ്റാത്തതും കൃഷ്ണന്റെ ഇച്ഛയിലാണ്. എവരിത്തിങ് മൂവിങ് ആൻഡ് കൺട്രോളിങ് ബൈ ദ സുപ്രീം വിൽ ഓഫ് കൃഷ്ണ ഈസ് കോൾഡ് കൃഷ്ണ കോൺഷ്യസ്. അതിനെ ആ ബോധത്തിനെയാണ് കൃഷ്ണാബോധം എന്ന് പറയുന്നത് എന്ന്. അപ്പൊ എന്ത് ആരോഗ്യമായിട്ടിരിക്കുമ്പോഴായാലും വാർദ്ധക്യമായിട്ടിരിക്കുമ്പോഴായാലും അതെല്ലാം ഈശ്വരന്റെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യത്തിനെയാണ് കൃഷ്ണാബോധം എന്ന് പറയുന്നത്. ആ ഒരു ബോധം നമുക്ക് വന്നെങ്കിൽ ഏതവസ്ഥയായാലും നമുക്ക് കൃഷ്ണന്റെ ചിന്തയിലിരിക്കാനായിട്ട് സാധിക്കും. ശ്രീല പ്രഭുപാദ കീ ജയ്.